ആത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് ദൈവസ്വരം കേൾക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമുക്കൊന്ന് ഏറ്റു പറയാം. എല്ലാവരും ഏറ്റു പറയാം. പരിശുദ്ധാത്മാവായ ദൈവമേ, സ്വരം ഒരിക്കൽ ഒന്നുകൂടെ സ്വരമുയർത്തി. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഒന്നുകൂടെ സ്വരമുയർത്തി പറയാമോ? പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവവചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെയും ഹൃദയത്തെയും അങ്ങ് ഒരുക്കണമേ. ഇരുകരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയെ ആരാധന. ഈശോയ്ക്ക് മാത്രം മഹത്വം, ഈശോയ്ക്ക് മാത്രം മഹത്വം, ഈശോയ്ക്ക് മാത്രം മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ നമുക്ക് വിളിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ ഇടവകയും ഈ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനെയും അച്ഛൻ്റെ ശുശ്രൂഷകളെല്ലാം സമർപ്പിച്ചുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങ് ഇതരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ ദേശത്തെയും സർവ്വജനങ്ങളെയും സമർപ്പിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരസ്പരം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി ചിരി. ഇടത്ത് നിൽക്കുന്ന വ്യക്തികളെ കരം പിടിച്ചിട്ട് പറ, ഈശോ താങ്കളെ അനുഗ്രഹിക്കുമെന്ന് ഒന്ന് സന്തോഷത്തോട് പറ. ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി, ഈശോ താങ്കളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വളരെ സമയക്കുറവായതുകൊണ്ട് ഇരിക്കാം, പെട്ടെന്ന് ഇരിക്കാം. നോമ്പിന് കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു. എന്താണ് ഈ നോമ്പിന് സഭ നമ്മളോട് പറയുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ മനോഭാവത്തിൻ്റെ മാറ്റമായിരിക്കണം. നമ്മുടെ മനോഭാവം മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ മനോഭാവം മാറണം എന്ന് പറഞ്ഞ്, മനോഭാവത്തിൻ്റെ മാറ്റമാണ് പറഞ്ഞ് എല്ലാവരും ഒന്ന് പറഞ്ഞ് നോമ്പ്. 2, ആത്മബന്ധത്തിൻ്റെ നിറവാണ്. എവിടെയെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിൽ അതെല്ലാം മാറ്റേണ്ട കാലമാണ് നോമ്പ്. എന്താണ്? ആത്മബന്ധത്തിൻ്റെ നിറവാണ്. എന്താണ്? നിറവാണ്. 3, പൂർണ്ണ സമർപ്പണത്തിനുള്ള ആഹ്വാനമാണ്. നമ്മളെല്ലാം ദൈവത്തിന് സമർപ്പിതനായി മാറേണ്ടത്. വൈദികർ മാത്രമല്ല, നമ്മളെല്ലാം അച്ഛന് ശുശ്രൂഷ പട്ടമാണെങ്കിൽ നമുക്ക് രാജകീയ പൗരോഹിത്യമാണ്. എന്താണ്? അപ്പോൾ ഒരു കുടുംബനാഥ എന്ന നിലയിൽ ഒക്കെ പൗരോഹിത്യം തന്നിരിക്കുക. പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പാലവെന്ന, മധ്യസ്ഥൻ എന്നാണ്. അപ്പോൾ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ എല്ലാവരും പുരോഹിതരായിരിക്കുക. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. എന്താണ്? നമ്മൾ ആരാണ്? രാജകീയ പുരോഹിത ഗണമാണ്. അപ്പോൾ എന്താണ് ഞാൻ ഇവിടെ 3 പറഞ്ഞ എന്താണ്? പൂർണ്ണ സമർപ്പണത്തിനുള്ള ആഹ്വാനം. 4, ഇത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ഈ 4 പോയിന്റുകൾ 12 മണിക്കൂർ ക്ലാസ് ആയതുകൊണ്ട് അവസാനത്തെ പോയിന്റ് എടുക്കുക. ഇത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. എന്താണ് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ്? വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ബൈബിൾ നല്ലവണ്ണം വായിക്കുന്നവരാരുണ്ട്? ബൈബിൾ നല്ലവണ്ണം വായിക്കുന്നവർ പെട്ടെന്ന് എടുക്കുന്നവരാരുണ്ട്? ഒന്ന് കൈ പൊക്കാമോ?
പെട്ടെന്ന് എടുക്കുന്നവരൊന്ന് കൈ പൊക്കാമോ? പെട്ടെന്ന് എടുക്കുന്നവരൊന്ന് കൈ പൊക്കിക്ക്. ആരുമില്ല ഇവിടെ? അപ്പോൾ ആ സഹോദരി ഒന്ന് എടുത്തോ. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 2 തൊട്ട് 5 വരെയുള്ള തിരുവചനമാണ് നമ്മുടെ വിളി. ഈ വിളി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ വിളി എന്താണെന്ന് മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, നമ്മുടെ വിളി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. കൊറിന്തോസ് സഭയോട് പറയുന്നത്, ഇങ്ങോട്ട് നോക്കിയേ, ബൈബിളിൽ ഇപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ വായിക്കുന്ന വ്യക്തിയോടാണ് സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ വചനമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. വചനമെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ വചനങ്ങളും അതൊരു ഭാവനയാണെങ്കിൽ ഇതൊരു വ്യക്തിയാണ്. വചനം ഈസ് ഈക്വൽ ടു ദൈവം, വചനം ഈസ് ഈക്വൽ ടു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ വചനം വായിക്കുക എന്ന് പറഞ്ഞാൽ ആരെ അറിയുക എന്നുള്ളതാണ്? ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വചനം ആ മൈക്ക് വെച്ചൊന്ന് വായിച്ച് ഉറക്കെ വായിരേ. 1 കൊറിന്തോസ് കൊറിന്തോസിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക് എഴുതുന്നത്. കൊറിന്തോസിലുള്ളടുത്ത് ഈ ദേശത്തിന്റെ പേരെന്താ? കാരക്കൽ. അങ്ങനെ വായിച്ചേ. കാരക്കലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക് എഴുതുന്നത്. കാരക്കലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക് എഴുതുന്നത് യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും. 2 ഓപ്ഷനാണ്. ഒന്ന്, നിങ്ങൾ വിശുദ്ധരാ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, താങ്കൾ വിശുദ്ധരാന്ന് പറ. വിശുദ്ധയെ കാണണമെങ്കിൽ ഭരണജ്ഞാനം വരെ പരമന വരെ ഒന്നും പോകണ്ട. ഓരോ ക്രിസ്ത്യാനിയും മാമോദീസായിൽ കൂടി വിശുദ്ധരാ. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടു വരുവാ നമ്മൾ. ഇതിനപ്പുറമൊന്നുമില്ല, ഒരു ഓപ്ഷനില്ല. അതിനുകൊണ്ടാണ് സഭ ഓരോ പ്രാവശ്യവും നമുക്ക് നോമ്പ് തരുന്നത്. എന്തിനാണ് നോമ്പ് തരുന്നത്? ഇത് സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമാണോ? അല്ല. ആണോ? ഒരിക്കലും ഇവിടം കൊണ്ട് തീരുന്ന ഒരു ജീവിതമല്ല, ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല. ഈ ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അത് നിത്യജീവനാണ്. ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിൻ്റെ പേരാണ് ക്രൈസ്തവ ജീവിതം. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഇവിടം കൊണ്ട്. അതുകൊണ്ട് ഈ ശരീരത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ ഇടയ്ക്ക് ഒരു ഷുഗറൊക്കെ ശ്രദ്ധിക്കാതിരുന്നു. ഒരു IMS ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ ഷുഗർ കൂടി 1 മാസത്തോളം ഹോസ്പിറ്റലൈസും അങ്ങനെ ICUലൊക്കെ ആയിരുന്നു. അച്ഛൻ അറിഞ്ഞില്ലായിരുന്നു. എങ്കിലും അതൊക്കെ വകവയ്ക്കാതെ 10-12 കിലോ ഒക്കെ കുറഞ്ഞെങ്കിലും ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും ആത്മാവിന് എന്തെങ്കിലും കുറവുണ്ടോ? ഉണ്ടോ? നമ്മുടെ ആത്മാവാണ് വലുത്. ശരീരമെന്ന് പറയുന്നത് അതൊന്നും പ്രയോജനമില്ലാത്തതാണ്. ശരീരം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ ശരീരത്തിൽ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. മക്കൾ കേൾക്കുന്നുണ്ടോ? ശരീരത്തിൽ നമ്മൾ ആരെ മഹത്വപ്പെടുത്തണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പം നമ്മുടെ വിളിയുടെ ഉദ്ദേശം വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് നമ്മുടെ വിളി. എന്താണ്? അപ്പം ഈ വിളിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നോമ്പ് തുടങ്ങുമ്പോൾ നമ്മളിന്ന് വിശുദ്ധിയിലേക്കുള്ള വിളി തുടങ്ങി. സഹോദരി കൊറിന്തോസിലുള്ള സഭയ്ക്ക് പകരം ശേഷം കുന്നത്തൂരുള്ള കാരക്കലുള്ള ദൈവത്തിൻ്റെ സഭയ്ക്ക് എഴുതുന്നത്. അപ്പോൾ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ, ഈ 2 കൂട്ടരെ സഭയിലുള്ളൂ. ഈ 2 കൂട്ടരെ. അപ്പോൾ ഈ ഞാൻ വിശുദ്ധനാകാൻ ഇതുവരെ സാധിച്ചില്ലെങ്കിൽ ഈ നോമ്പ് കഴിയുമ്പോൾ ഞാൻ ആരാകണം? ഒക്കെ പറഞ്ഞേ, ഒന്ന് സ്വരമുയർത്തി പറഞ്ഞേ. ഞാൻ ആരാകണം? വിശുദ്ധനാകണം, അല്ലെങ്കിൽ വിശുദ്ധയാകണം. ഞാൻ നിങ്ങൾ വിശുദ്ധയാകണം. സഹോദരങ്ങൾ ആരാകണം? വിശുദ്ധരാകണം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക, നോമ്പ് നമ്മൾ ആ പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ നോമ്പ് പ്രലോഭനങ്ങളിൽ നിന്നുള്ള വിടയാണ്. പ്രലോഭനം ആദ്യം തുടങ്ങിയ എവിടാ പ്രലോഭനം തുടങ്ങിയത്? ഏദൻ തോട്ടം. ഏദൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാം ആർക്കെങ്കിലും? സൗഭാഗ്യം. ഉറക്കെ പറഞ്ഞ്.
അപ്പൊ ഈ സൗഭാഗ്യത്തിന്റെ തോട്ടത്തിൽ, സമൃദ്ധിയുടെ തോട്ടത്തിലാണ് ആദ്യത്തെ പ്രലോഭനം ഉണ്ടായത്. ആദ്യത്തെ പ്രലോഭനം എവിടെ ഉണ്ടായി? അപ്പോൾ സമൃദ്ധിയിൽ പ്രലോഭനം വരാം. സമൃദ്ധിയിൽ പ്രലോഭനം വരുമ്പോൾ സമൃദ്ധിയിൽ ഈ ലോകത്തിൽ വിചാരിക്കും ഈ ലോകത്തിൽ കാണുന്ന ഈ സമ്പത്തൊക്കെയാണ് ഏറ്റവും വലുത്, പണമാണ് ഏറ്റവും വലുതെന്ന് ചിന്ത ഒരു ക്രൈസ്തവ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അവനൊരിക്കലും ഒരു ക്രൈസ്തവനായി ജീവിക്കാൻ ഒക്കില്ല. അവന് 9,000 കോടി ആസ്തിയുള്ള വ്യക്തി ഒരു ദിവസം തൻ്റെ കയ്യിലിരുന്ന തോക്ക് വെച്ച് വെടിവെച്ച് മരിച്ചു. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ല? അപ്പൊ അതുകൊണ്ടാണ് 13ഓളം സുഖസൗകര്യങ്ങൾ അനുഭവിച്ച സോളമൻ പറയുകയാണ്, ഈ സൂര്യന് കീഴിലുള്ളതെല്ലാം വെറും മായയാണ്. സൂര്യന് കീഴിലുള്ളതെല്ലാം എവിടെ പറയുന്നു? 13 സുഖസൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 13 എന്ന് പറഞ്ഞാൽ 300 രത്നനിർമ്മിതമായ സ്വർണം കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളുണ്ടായിരുന്നു. സോളമന്റെ കാലത്ത് സ്വർണ്ണ നിർമ്മിതമായ പാത്രങ്ങളെ ഉള്ളായിരുന്നു. സോളമന്റെ പരിച മൊത്തം സ്വർണമായിരുന്നു. സോളമന് 700 ഭാര്യമാരും 300 ഉപനാരിമാരും ഉണ്ടായിരുന്നു. എത്ര? 700 ഭാര്യമാരും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ബൈബിളിൽ പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതെല്ലാം വിശദീകരിച്ചതിന് ശേഷം സോളമന് ഏറ്റവും കൂടുതൽ ഗായക സംഘം ഉണ്ടായിരുന്നു. ഒരേ സമയം 1000 പാട്ടുകാരുണ്ടായിരുന്നു. 1000 പാട്ടുകാരുണ്ടായിരുന്നു. സോളമന്റെ ഉദ്യാനത്തിൽ ലോകത്തുള്ള എല്ലാത്തരം പഴവർഗ്ഗങ്ങളും ഉണ്ടായിരുന്നു. ഈ സുഖങ്ങളെല്ലാം അനുഭവിച്ച സോളമൻ സഭാപ്രസംഗിയിൽ പറയുക, സഭാപ്രസംഗി 2:11. ഈ വചനം നിങ്ങൾ മറക്കരുത്. സഭാപ്രസംഗങ്ങൾ 2-ാം അധ്യായം 1 തൊട്ടുള്ള തിരുവചനം സോളമൻ ഉണ്ടാക്കിയ സമ്പത്തുകളെ കുറിച്ച് മാത്രം പറഞ്ഞതിന് ശേഷം സഭാപ്രസംഗി 2-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം, സഭാപ്രസംഗന്റെ പുസ്തകം, സുഭാഷിതങ്ങൾ കഴിഞ്ഞാണ് സഭാപ്രസംഗം. അപ്പൊ സുഭാഷിതങ്ങൾ കഴിഞ്ഞ് സഭാപ്രസംഗന്റെ പുസ്തകം 2:11, 2-ാം അധ്യായം. എല്ലാവരും പറഞ്ഞ് സഭാപ്രസംഗൻ 2:11. അപ്പൊ ഈ 2-ാം അധ്യായം അതിന്റെ 11-ാം വചനം എന്താ പറയുന്നത്? വായിച്ചേ. അതിന്റെ 11-ാം വചനം എന്താ പറയുന്നത്? പിന്നെ ഞാൻ ഉണ്ടാക്കിയവയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു. സോളമൻ നിരൂപണം ചെയ്തു. എല്ലാ മിഥ്യയും പാഴ്വേലയുമായിരുന്നു. സൂര്യന് കീഴിൽ എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു. സോളമന്റെ കാലത്ത് വെള്ളിക്ക് വിലയില്ലായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനു വിലയില്ല? അപ്പൊ അതൊക്കെ എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുകയാണ്. ഇവിടെ പറയുകയാണ് എല്ലാം മിഥ്യയും. എന്നിട്ട് പറഞ്ഞു അടുത്ത വചനം എന്താ പറയുന്നത്? സൂര്യന് കീഴെ ഒരു നേട്ടവും ഇല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. മുകളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, സൂര്യൻ മുകളിലോട്ട് ഇപ്പൊ സൂര്യനെ കാണത്തില്ലെന്ന് മുകളിലോട്ടൊന്ന് നോക്ക്. ഇനി താഴോട്ടൊന്ന് നോക്കി, താഴോട്ട് നോക്കിയിട്ട് പറ സൂര്യന് കീഴെ ഒരു നേട്ടവും ഇല്ലെന്ന് പറ. ഇവിടുത്തെ നേട്ടങ്ങളൊന്നും നേട്ടമല്ലെന്ന് പിടികിട്ടിയോ? ഇവിടുത്തെ നേട്ടങ്ങളൊന്നും ഒരു നേട്ടവുമല്ല. ഇവിടുത്തെ നേട്ടങ്ങൾ നേട്ടമാണ് എന്ന് കരുതുന്ന ഒരു വ്യക്തിക്ക് ഈസ്റ്റർ അനുഭവമില്ല. ശ്രദ്ധിച്ചേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മള് ഈ നോമ്പിന്റെ എല്ലാം അവസാനം എവിടെ എത്തിച്ചേരുന്നത്? ഈസ്റ്റർ അല്ലേ? എന്താ ഈസ്റ്റർ? ഉത്ഥാനം. എന്താ ഉത്ഥാനം? ഈ ഈസ്റ്റർ അനുഭവം എന്ന് പറഞ്ഞാൽ എന്നാ? കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഈസ്റ്റർ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോടുള്ള ബന്ധം വിട്ട് ഉന്നതത്തിലേക്കുള്ള ചിന്തയുടെ പേരാണ് ഈസ്റ്റർ. ഈസ്റ്റർ ക്രിസ്ത്യാനിയ. നമ്മൾ വർഷത്തിൽ ഒരിക്കലല്ല ഈസ്റ്റർ, എല്ലാ ദിവസവും ക്രൈസ്തവന് ഈസ്റ്ററാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, എല്ലാ ദിവസവും ക്രിസ്ത്യാനിക്ക് ഈസ്റ്ററാന്ന് പറ. എന്താ അതിന്റെ അർത്ഥം? ഈ ലോകത്തിലുള്ള ബന്ധത്തിലല്ല ഞാൻ നിൽക്കുന്നത്, ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഈ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, ഉന്നതത്തിലുള്ളവയിലാണ് എൻ്റെ ശ്രദ്ധ. കൊളോസോസ് 3:2. ഈ വചനം നിങ്ങൾ മറക്കരുത്. കൊളോസോസ് 3:2. എല്ലാവരും പറഞ്ഞ് കൊളോസോസ് അല്ലെങ്കിൽ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം, കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വചനം. നിങ്ങൾ ശ്രദ്ധിച്ച്, ഏത് ലേഖനമാണ്? കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വചനം. ഫിലിപ്പി കഴിഞ്ഞ് കൊളോസോസ്. എടുത്തോ? അയച്ചേ. ഭൂമിയിലുള്ള
ആ ആ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഇവിടെ കാണുന്ന ആദായവും സമ്പത്തൊന്നും അല്ല. ഉന്നതത്തിൽ ഞാൻ ഇന്ന് മരിച്ച സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കഴിയും. പിന്നെ തന്നെ ഈ നോമ്പെന്ന് പറഞ്ഞാൽ പർദീസായുടെ വാതിൽ എന്നാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നത്. പർദീസായുടെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നതിന്റെ പേരാണ് നോമ്പ്. ഈ നോമ്പ് കാലത്ത് നല്ല നോമ്പെടുത്ത് മരിക്കുന്നവൻ എങ്ങോട്ടാ പോകുന്നത്? ഇന്ന് നീ എന്നോടൊപ്പം, ഇന്ന് നീ എന്നോടൊപ്പം, ഇന്ന് നീ എന്നോടൊപ്പം. ആരോടത് പറഞ്ഞത്? അപ്പൊ നിങ്ങൾ വിചാരിക്കും കള്ളന് വെറുതെ എന്തിനാ എപ്പോഴാണ് ഈ കള്ളന് വെറുതെ കിട്ടാൻ 9 കാരണമാണ്. അതൊന്നും ഇവിടെ പറയാൻ സമയമില്ല. അത് 3 മണിക്കൂർ ക്ലാസ്സാണ്. കള്ളനാണ് ആദ്യത്തെ വിശ്വാസ പ്രമാണം ചൊല്ലിയത്. എവിടെ കിടന്നുണ്ടാ? നിങ്ങൾ കുരിശി കിടന്നുണ്ടാന്ന് വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ചേ ആണോ? കൈ രണ്ടും ആണി അടിച്ച് തറച്ച് കുരിശി കിടന്നുകൊണ്ടാണോ ഈ രണ്ടാം വരുമ്പോ എന്നെ കൂടെ ഓർക്കണമെന്ന് പറഞ്ഞത്? ആണോ? കുരിശിൽ കിടന്നുകൊണ്ട് അവൻ 9 കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് കള്ളന് വർദ്ദീസ കിട്ടാനുള്ള കാര്യം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഈസ്റ്റർ എന്ന് പറയുന്നത്, ഉദ്ധാന അനുഭവം എന്ന് പറയുന്നത് ഈ ലോകത്തോടുള്ള ബന്ധം വിട്ടിട്ട് ഉന്നതത്തിലേക്കുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഈ മക്കളെയൊക്കെ, കുഞ്ഞുങ്ങളെയൊക്കെ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് പഠിപ്പിക്കുക. ദൈവത്തിന് കൊടുത്ത് പഠിപ്പിക്കുക. ഞാൻ എൻ്റെ മകനെ അവന് ദൈവത്തിന് കൊടുത്ത് പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവനിപ്പോ 32 വയസ്സായിട്ടും നല്ല പഠിത്തമുണ്ട്, നല്ല ജോലിയൊക്കെ ആയിട്ടും വിവാഹം ചോദിക്കുന്നത് എന്തുവാ? പ്രാർത്ഥിക്കുന്നവനാണ് ഞങ്ങൾക്ക് വേണ്ട. ബദറിന്റെ കൂടെ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ പെമ്പിഴാർക്ക് വേണ്ട. ഇന്ന് സത്യമാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് പെമ്പിഴാർക്ക് വേണ്ട. ഇന്ന് നമുക്ക് വേണ്ട എന്തോ വിവാഹമോചനമില്ലയോ? ഹല്ലേലൂയ. ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അത്രമാത്രം അപകടം പിടിച്ചൊരു മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പെന്ന് പറയുന്നത് പർദീസായിലേക്ക് നമ്മളുള്ള വാതിലാണ്. അപ്പൊ ഈ നോമ്പ് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ആഴമായ ചിന്തയിലാണ് വിശുദ്ധിയിലേക്കുള്ള വിളിയെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ ഈസ്റ്റർ എന്ന് പറയുന്നത് എന്താ? നമ്മളെ നോക്ക് കിട്ടിയോ? വചനം 3:2 വായിച്ച്. കൊളോസസ് 3:2 ഉറക്കെ വായിച്ച്. കൊളോസസ് 3:2 പെട്ടെന്ന് വായില്ലേ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുകയും. എല്ലാവരും നേരിട്ട് പറഞ്ഞു, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുകയും. ഈ ഭൂമിയിലുള്ള സമ്പത്തോ ബാങ്ക് ബാലൻസോ നിങ്ങളുടെ റബ്ബർ എസ്റ്റേറ്റോ ഒന്നിലുമല്ല, ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുന്നതിന്റെ പേരാണ് ഈസ്റ്റർ. ഈ വിശ്വാസിയെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റർ ക്രിസ്ത്യാനി. എന്താണ്? അതുകൊണ്ടാണ് പരങ്കര കത്തോലിക്ക സഭയുടെ നോമ്പിനെ കുറിച്ച് ഞാൻ പാലായില് അപ്പൊ സീറോ മലബാറിലും ലത്തിൻഡിക്കിലൊക്കെ 40 ദിവസത്തെ ദിനരാത്രങ്ങളുടെ ഇത് പറഞ്ഞിട്ടാണ് നോമ്പ് തുടങ്ങുന്നത്. അപ്പൊ മലങ്കരയില് നോമ്പിന്റെ ആരംഭം കുറിക്കുന്ന കാനായിലെ കല്യാണം അല്ലേ? എന്താണ് കാനായിലെ കല്യാണത്തിന്റെ പ്രത്യേകത? അവിടെ 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. എത്രയാണ്? ഇവിടെ എത്ര കൽഭരണികളുണ്ട്? ഒരു 100 കൽഭരണിയുണ്ട് അല്ലേ? ഒരു കൽഭരണി തേണ്ടിരിക്കുന്നു, ഒരു കൽഭരണി തേണ്ടിരിക്കുന്നു, ഒരു കൽഭരണി തേണ്ടിരിക്കുന്നു, ഒരു കൽഭരണി തേണ്ടിരിക്കുന്നു. ഇതെല്ലാം കൽഭരണികളാണ്. ഈ കൽഭരണികളെല്ലാം ശൂന്യമാണ്. എന്താ ശൂന്യത? സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ശൂന്യമായ കൽഭരണിയോട് പരിശുദ്ധ അമ്മയ്ക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ: അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവനെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യാതെ നോമ്പ് നോക്കുക. അപ്പോൾ നീ നിറവും മണവുമുള്ള ജീവിതമായി മാറും. നിന്റെ ജീവിതം കൊണ്ട് പലർക്കും അനുഗ്രഹമായി മാറും. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. അതുകൊണ്ടാണ് ആ കുടുംബനാഥനോട് മറ്റുള്ളവരോട് ചോദിച്ചു, നീ വീഞ്ഞ് അവസാനം വരെ നല്ല വീഞ്ഞ്, എങ്ങനെ പറഞ്ഞു? അവസാനം വരെ അവസാനം വരെ നല്ല വീഞ്ഞ്. അമ്മ ഇവിടെ ഉണ്ടടാ. അപ്പൊ ശ്രദ്ധിച്ച് അവസാനം വരെ ശ്രദ്ധിച്ച്. അവസാനം വരെ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച്. നീ നല്ല വീഞ്ഞ്, അതിന്റെ അർത്ഥം എന്നാ?
നിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തോളം ഈ നോമ്പ് നിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തോളം ഒരു നല്ല മനുഷ്യനായി, ഈ വീഞ്ഞെന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. പഴയ വീഞ്ഞ്, പഴയ പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ ഒഴിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും അറിയാം? പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ എഴുതി വെച്ചാൽ എന്ത് സംഭവിക്കും? തോൽക്കൂടം. അപ്പൊ എന്താണ് ഈ പഴയ തോൽക്കൂടം? പഴയ തോൽക്കൂടം ആ കൽഭരണിയാണ്. സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കൽഭരണിയിൽ ക്രിസ്തുവാകുന്ന വീഞ്ഞിനെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കില്ല. മനസ്സിലായോ? രണ്ടാം ഞായറാഴ്ച ശ്രദ്ധിച്ച്, രണ്ടാം ഞായറാഴ്ച ഇന്ന് ഒരു കുഷ്ഠരോഗി വന്ന് ചോദിക്കുക, കർത്താവേ, മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അതാണ് ഇന്ന് വിശുദ്ധീകരണ ക്ലാസ്സിൽ നമ്മൾ വരുന്നത്. മനസ്സുണ്ടെങ്കിൽ എന്നെ. നമുക്ക് ബാഹ്യമായ കുഷ്ഠമില്ലെങ്കിലും ആന്തരികമായ വലിയ കുഷ്ഠങ്ങളുണ്ട്. ആ കുഷ്ഠങ്ങൾ ഈ നോമ്പോടുകൂടി മാറ്റി ഒരു വിശുദ്ധനായ വ്യക്തിയായി മാറണം. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം, ബൈബിളിലെ ആദ്യത്തെ കുഷ്ഠരോഗി ആരായിരുന്നു? ബൈബിളിലെ ആദ്യത്തെ കുഷ്ഠരോഗി ആരായിരുന്നു? ഞാനൊന്നുമല്ല. ആരെങ്കിലും പറയാമോ ബൈബിളിലെ ആദ്യത്തെ കുഷ്ഠരോഗിയെ? ഞാനൊരു ക്ലൂ തരാം. ഇദ്ദേഹം കുഷ്ഠരോഗിയാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ല എന്ന് പറഞ്ഞാൽ അല്ല. വാസ്തവത്തിൽ അദ്ദേഹം കുഷ്ഠരോഗിയല്ല, പക്ഷെ കുഷ്ഠരോഗിയാണ്. ബൈബിളിലെ ആദ്യത്തെ കുഷ്ഠരോഗിയാണ് അറിയത്തില്ല. മോശ. ആരാണ്? പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വചനം, 6ഉം 7ഉം വചനം ശ്രദ്ധിച്ച്. പുറപ്പാട്, ഇതെല്ലാം പറഞ്ഞെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വരാൻ ഒക്കത്തുള്ളൂ. പുറപ്പാട് 4-ാം അധ്യായം 6ഉം 7ഉം വചനം. മോശെ ദൈവം ഒരുക്കുക. ഉറക്കം വായിക്കാം, മൈക്ക് കിട്ടിയ മതി. 2-ാമത്തെ പുസ്തകം പുറപ്പാടെന്ന് പറഞ്ഞാൽ മൈക്കുള്ള സൗദി ഒന്ന് ഇവിടോട്ട് വന്നിരുന്നേ. മൈക്കുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുത്തു. നിങ്ങൾ എടുത്തെങ്കിൽ മൈക്ക് അങ്ങോട്ട് കൊടുക്കും. കിട്ടിയ ആ മൈക്ക് ഓൺ ആക്കി അല്ലെ മോള് വായിച്ചു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, നിന്റെ കൈ മാറിടത്തിൽ വെക്കുക. എല്ലാവരും കൈ മാറിടത്തിലോട്ട് വെച്ചോ. അവൻ അപ്രകാരം. ഇത് ആരോടാ ഇത് പറയുന്നത്? മോളെ, ഇത് ആരോടാ പറയുന്നത്? മോശയോട്. ഉറപ്പാണേ? അപ്പൊ കർത്താവ് വീണ്ടും മോശയോട് അരുളി ചെയ്തു, നിന്റെ കൈ മാറിടത്തിൽ വെക്കുക. മാറിടത്തിൽ നിന്ന് വെച്ചപ്പോൾ എന്തായി തീർന്നു? അവൻ അപ്രകാരം ചെയ്തു. കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞു പോലെ വെളുത്തു. മഞ്ഞു പോലെ വെളുത്തു കുഷ്ഠമുള്ളതായി കാണപ്പെട്ടു. മഞ്ഞു പോലെ വെളുത്ത് പറഞ്ഞു, കുഷ്ഠമുള്ളതായി. മഞ്ഞു പോലെ വെളുത്ത് എന്തായി തീർന്നു? നിങ്ങൾ ഇനി കൈ എടുത്ത് നോക്കി, ഇനി കുഷ്ഠമുണ്ടോ നോക്കി കയ്യിൽ. ഈ കുഷ്ഠം എന്നാ? അതുവരെ മോശയുടെ ഹൃദയം സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും ഒക്കെ ഒരു മനോഭാവം അവനിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഈ നോമ്പ് തുടങ്ങുമ്പോൾ നിങ്ങൾക്കും ഈ കുഷ്ഠം ഉണ്ടായിരിക്കാം. സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിന്റെ, തന്നിഷ്ടത്തിന്റെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ. ഇങ്ങോട്ട് നോക്കിയേ കുഞ്ഞുങ്ങളെ, ഇങ്ങോട്ട് നോക്കിക്കേ. ഇതെല്ലാം നിങ്ങളിലുണ്ട്. പക്ഷേ ഈ കുഷ്ഠം മാറണം. കർത്താവേ, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഈ കുഷ്ഠത്തെ നിനക്ക് മാറ്റാൻ കഴിയും. അങ്ങക്ക് മനസ്സുണ്ടാകണം. ഞാൻ ശുദ്ധനാകണം, ഞാൻ വിശുദ്ധനാകണം. അപ്പൊ മോശയെ, ഇസ്രായേൽ ജനത്തെ ഇതാ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി അവനെ ഒരുക്കുമ്പോൾ ദൈവം അവനെ വിശുദ്ധനാക്കി മാറ്റിക്കൊണ്ടാ ഒരുക്കുന്നത്. അതാ പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, നിന്റെ കൈ മാറിടത്തിൽ വെക്കാൻ പറഞ്ഞപ്പോൾ ആ കൈ എന്തായി തീർന്നെന്നാ ഇവിടെ ജനം പറയുന്നത്. ഒന്നുകൂടെ വായിച്ച മോളെ. നിന്റെ കൈ മാറിടത്തിൽ വെക്കുക. അവൻ അപ്രകാരം ചെയ്തു. കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞു പോലെ വെളുത്തു കുഷ്ഠമുള്ളതായി കാണപ്പെട്ടു. കുഷ്ഠമുള്ളതായി കാണപ്പെട്ടു. വീണ്ടും കർത്താവ് എന്ത് പറഞ്ഞു? 7-ാം വചനം. അവിടുന്ന് കൽപ്പിച്ചു, കൈ വീണ്ടും മാറിടത്തിൽ വെക്കുക. കൈ വീണ്ടും മാറിടത്തിൽ വെക്കുക. അവൻ അപ്രകാരം ചെയ്തു. മാറിടത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലായി. കണ്ടോ? അപ്പോൾ അവനിലെ കുഷ്ഠം എന്നേക്കുമായി അപ്പോൾ എന്തായിരുന്നു കുഷ്ഠം? എൻ്റെ നിങ്ങളുടെ കുഷ്ഠം എന്നാ?
മറ്റു പലരോടുമുള്ള വെറുപ്പൊരു കുറ്റമാണ്. അവരൻ്റെ കുറ്റം പറയുന്ന ഒരു കുറ്റമാണ്. മെത്രാന്റെയും വൈദികന്റെയും കുറ്റം പറയുന്ന ഒരു കുറ്റമാണ്. സ്വാർത്ഥതയൊരു കുറ്റമാണ്. ആഡംബരം ഒരു കുറ്റമാണ്. പ്രിയ സഹോദരങ്ങളെ, പലതര കുഷ്ഠം പിടിപെട്ട എന്നെ കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് വലതുകരം ഉയർത്തിയത് പറഞ്ഞ് ഒന്ന് ഹൃദയം തുറന്നെന്ന് പറഞ്ഞ്, കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ വിശുദ്ധനാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ബൈബിളിലെ രണ്ടാമത്തെ കുഷ്ഠരോഗിയാണ് മിരിയ, മോശയുടെ സഹോദരി. സംഖ്യയുടെ പുസ്തകം 12 എടുക്കണ്ട. അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയം വിശുദ്ധിയിലേക്കുള്ള വിളിയിലേക്ക് വരികയാണ്. അങ്ങോട്ട് ശ്രദ്ധിച്ച്, നമ്മൾ എന്തിലേക്ക് വരികയാണ്? ഈ വിശുദ്ധിയിലേക്കുള്ള വിളി. ഞാനും നിങ്ങളും വിശുദ്ധരാകണമെങ്കിൽ 5 മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. എത്ര മാറ്റങ്ങൾ ഉണ്ടാകണം? തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാം വചനം. 15 വയസ്സുള്ള തിമോത്തിയോസിനോട് പൗലോസ്ലീഹ പറയുകയാണ്, പ്രായം എത്ര വയസ്സുണ്ട്? 15 വയസ്സേ ഉള്ളൂ. ഈ തിമോത്തിയോസ് പ്രസംഗിക്കുന്നത് സഭയിലെ അന്നത്തെ യഹൂദ പ്രമാണിമാരോടാണ്. ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചാൽ 2 കാര്യം ഇങ്ങോട്ട് ചോദിക്കുന്നവരാണ്. അവരുടെ അടുക്കലാണ് തിമോത്തിയോസ് പ്രസംഗിക്കുന്നത്. അപ്പൊ തിമോത്തിയോസിനോട് പറയാണ്, മകനെ 5 കാര്യങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ 5 കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, മകനെ നിന്റെ പ്രായക്കുറവിന്റെ പേര് ആരും നിന്നെ വചനം കിട്ടിയോ? അയച്ചേ. ആരും നിന്റെ പ്രായക്കുറവിന്റെ പേര് നിന്നെ അവഗണിക്കാൻ ഇടയാകരുത്. ആരും നിന്റെ പ്രായക്കുറവിന്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാവരുത്. വാക്കിലും പെരുമാറ്റത്തിലും. വാക്ക് ഇങ്ങോട്ട് നോക്കി. ആദ്യം വാക്ക്, നമ്മുടെ നാവ്. ഇങ്ങോട്ട് നോക്കി. നമ്മുടെ നാവ് കൊണ്ട് ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞിട്ടില്ലാത്തവർ മാത്രം ഒന്ന് കൈവയ്ക്കും. ആരുടെയും കുറ്റം ഇതുവരെ പറഞ്ഞിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ഒരധ്യായം മൊത്തമുണ്ട്. ഇത് പറയാൻ അറിയാവുന്നവരൊന്ന് കൈവയ്ക്കുക. ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ഒരധ്യായം മൊത്തമുണ്ട്. ഇത് പറയാൻ അറിയാവുന്നവരൊന്ന് കൈവയ്ക്കുക. ഒന്നുമല്ല. ക്രിസ്ത്യാനി എങ്ങനെ, ഇനി ഒരു ക്ലൂടെ തരാം. അതിൻ്റെ ഹെഡിങ് എങ്ങനെയാ? ക്രിസ്തീയ ജീവിതചര്യ. ഇനിയും പെട്ടെന്ന് പറയാം, ക്രിസ്തീയ ജീവിതചര്യ. എന്നിട്ടും രക്ഷയില്ല. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ ഹെഡിങ് ക്രിസ്ത്യാനി എങ്ങനെ അതിന്റെ ജീവിതചര്യ. നേരം വെളുത്തപ്പോഴാ കുഞ്ഞ്, നേരം വെളുത്തപ്പോഴോ പല്ല് തെച്ചില്ലേ, മുഖം കഴിയില്ലേ, ബാത്റൂമിൽ പോയില്ലയോ, ഇതൊക്കെ ദിനചര്യ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ഹെഡിങ്, വലിയ ഹെഡിങ് കൊടുത്തിരിക്കുക, ക്രിസ്തീയ ജീവിത ചര്യ. അങ്ങനെയാണോ സഹോദരി ഹെഡിങ്? ശരി. അപ്പൊ ശ്രദ്ധിച്ച്, ഭരണകർത്താവ് അല്ല, അതിന്റെ ഹെഡിങ് ആയിരുന്നു ക്രിസ്തീയ ജീവിതചര്യ. അതിന്റെ 2-ാം വചനം, ആരെയും പറ്റി തിന്മ പറയാതിരിക്കുക. ആരുടെയും കുറ്റം പറയരുത്. ഇടത്തും വലത്തും ഇരിക്കുന്ന വ്യക്തിയുടെ പറ, കൈക്ക് പിടിച്ചോണ്ട് പറ, ആരുടെയും കുറ്റം പറയരുത്. അപ്പൊ ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് എങ്ങനെ? ആരുടെയും കുറ്റം പറയാത്തവന്റെ പേരാണ് ക്രൈസ്തവൻ. ക്രൈസ്തവൻ എന്ന വാക്കിന്റെ അർത്ഥം നല്ലവനെന്ന. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഉള്ളിലുള്ളവന്റെ പേരാണ് ക്രിസ്ത്യാനി. ക്രിസ്തു ഉള്ളിലുള്ളവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ആരുടെയും കുറ്റം പറയരുത് എന്ന് പറഞ്ഞ്, ആരുടെയും കുറ്റം അപ്പൊ ഒരു തീരുമാനം എടുക്കണം. ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ള കടലാസ് എടുത്തിട്ട് എഴുതി വെക്കണം. ഞാൻ ഇന്നാരുടെ കുറ്റം പറഞ്ഞു. എന്തിനാ? കുമ്പസാരത്തിന് പറയാനാ, ഇനിയും പറയാതിരിക്കാൻ. ആരുടെയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ
പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് പലരും രോഗികളായി തീർന്നത്. വേളങ്കണ്ണിയിലെ 78ാമത്തെ ട്രിപ്പിൽ ഒരു ക്യാൻസർ രോഗി വന്നു. നാവില ക്യാൻസർ. ഞാൻ വേളങ്കണ്ണി 4 ദിവസത്തെ യാത്ര പൂണ്ടി മാതാവിൻ്റെ അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദർശനം കാണിക്കുകയാണ്. ഇദ്ദേഹം പരദൂഷണം ഇങ്ങനെ പറയുന്നൊരു വ്യക്തിയാണ്, ഒരു സഹോദരിയാണ്, പരദൂഷണക്കാരിയില്ല. അപ്പോൾ ആ ലിസ്റ്റ് ഇങ്ങനെ തന്നു. അവരെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ ബ്രദറെ ശരിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറഞ്ഞു. അവരിതുവരെ അങ്ങനെ ഒരു കുമ്പസാരം നടത്തിയിട്ടില്ല. നല്ലൊരു കുമ്പസാരം മലയാള വൈദികൻ്റെ അടുക്കൽ ചെന്ന് പോയി കുമ്പസാരിച്ച് അന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയം ഇവരുടെ നാക്കിലേക്ക് ഈശോ ആ ഓസ്തിയുണ്ടല്ലോ, ആ ഈശോ തീക്കട്ട പോലെ, നൽകൽ പറയുന്ന തീക്കട്ട പോലെ പുള്ളി ആ നിമിഷം അവരുടെ കുഷ്ഠം അല്ല ആ ക്യാൻസർ രോഗം മാറി. ഞാൻ ചുമ്മാ പറയല്ല. പ്രിയ സഹോദര, ആരെ പറ്റി തിന്മ പറയാതിരിപ്പാനും ക്രിസ്ത്യാനിയാണോ നീ കുറ്റം പറയരുത്. അപ്പോൾ നീ ഒരു തീരുമാനം എടുക്കണം, ഞാൻ ആരുടെയും കുറ്റം. അപ്പൊ ക്രിസ്ത്യാനിയുടെ ഒന്നാമത്തെ ജീവിതചര്യ എന്നാ? തീരുമാനം. ആരുടെയും. അപ്പൊ അവിടെ ഒരു അടയാളം വെച്ചിട്ട് പ്രഭാഷകൻ 19:7 ഒന്ന് വായിച്ചേ. തീത്തോസിന്റെ അവിടെ ഒരു അടയാളം വെച്ചിട്ട് പ്രഭാഷകൻ 19:7 ഒന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. പ്രഭാഷകൻ 19:7 വായിച്ചു, പെട്ടെന്ന് എടുത്തേ. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, എന്ത് കാര്യം കേട്ടാലും പറഞ്ഞു നടക്കരുതെന്ന് പറ. എപ്പ പറഞ്ഞെന്ന്? കേൾക്കുന്നതൊന്നും ബൈബിളിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുക. കേൾക്കുന്നതൊന്നും ഞാൻ അപ്പൊ ജോയിച്ചാന്റെ ഒരു കാര്യം ഞാൻ കേട്ടെങ്കിൽ അച്ചായന്റെ കാര്യം മറ്റൊരാളോട് പറയുന്നത് ശരിയാണോ? വൈദികനോട് പറയുന്നത് ശരിയാണോ? മെത്രാനോട് പറയുന്നത് ശരിയാണോ? അപ്പൊ ഇവിടെ വചനം പറയാ, കേൾക്കുന്നതൊന്നും വായിച്ച മോളെ. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്, നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. ഇടത്തും വലതും ഇരിക്കുന്ന വ്യക്തിയോട് പറ, മിത്രത്തോടായാലും ശത്രുവിനായാലും കേട്ടത് പറയരുതെന്ന് പറ. ഈ കേട്ട കാര്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾ കുമ്പസാരിച്ചിട്ടുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ചിലര് രോഗികളാകാൻ കാരണം ഇതാണ്. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ള കാര്യങ്ങളാണെങ്കിലും പറയാൻ പാടില്ല. ഒരാളുടെ കാര്യം കേട്ടു, ഞാൻ ജോയിച്ചാൻ്റെ ഒരു കാര്യം കേട്ടു, ജോയിച്ചാൽ അത് സത്യമാണെങ്കിൽ പോലും എന്ത് ചെയ്യണമെന്ന് പ്രഭാഷകൻ 19:13 പറയുകയാണ്. കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കണം. കേട്ട കാര്യം ജോയിച്ചാനോട് നേരിട്ട് ചോദിക്കണം. അവനത് ചെയ്തിട്ടില്ലായിരിക്കാം. ജോയിച്ചാൻ അത് ചെയ്തിട്ടില്ലായിരിക്കാം. ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. മേലിൽ അങ്ങനെ ഈ സ്വഭാവം ഉള്ളവര് മാത്രം ഒന്ന് കൈകൊപ്പിക്കും. ഇതിനാണോ നോമ്പ്? നോമ്പെന്ന് പറഞ്ഞവരെ കഞ്ഞി കുടിച്ചിട്ട് പോകാനാണ് നോമ്പ്. നോമ്പ് എന്ന് പറഞ്ഞാൽ വർജനവും മാത്രമല്ല, വർജിച്ചത് ആർജിക്കണം. വർജിക്കാൻ ആർക്കും സാധിക്കും, ആർജിക്കാനാണ് പ്രയാസം. വർജനം ആർക്കും നടത്താം, പക്ഷേ ആർജിക്കണം. കല്യാണം പള്ളിയിലെ 28 വർഷങ്ങൾക്ക് മുമ്പ്, അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ 32ാമത്തെ വർഷമായി ഇപ്പോൾ വചന പ്രഘോഷണം. എത്ര? മലങ്കരയിലെ മിക്ക പള്ളികളിലും ഞാൻ പുത്തുവരി നടത്തിയിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് വരുന്നു. മിക്ക പള്ളികളിലും മലങ്കരയിലെ, തിരുവനന്തപുരത്തും മാവേലിക്കര രൂപതകളിലെ എല്ലാ മിക്ക പള്ളികളിലും ധ്യാനം നടത്തിയിട്ടുണ്ട്.
അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് ശ്രദ്ധിച്ചു നിങ്ങൾ? എന്താ ശ്രദ്ധിച്ചു? എന്താ ഞാൻ പറഞ്ഞതിവിടെ? കറ്റാണംപള്ളി ശ്രദ്ധിച്ചോന്നറിയാൻ വേണ്ടി. കറ്റാണംപള്ളിയിൽ ഒരമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചിക്ക് 2 ആമക്കൾ. മൂത്ത മകൻ കെട്ടിയിരിക്കുന്ന പേര് ഞാൻ തിരിച്ചു ആൻസി, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർ. ഈ സ്കൂളിലൊന്നും പറയുന്നില്ല. അവളുമായിട്ട് 14 വർഷം പിണക്കമാണ്. ഓരോ നോമ്പിനും ഭയങ്കരമായ പ്രാർത്ഥനയും കുമ്പിടിച്ചിലും. ഞാൻ അമ്മച്ചി വ്യക്തിപരമായി പറഞ്ഞു, അമ്മച്ചി ഈ കുമ്പിടിച്ചിലൊക്കെ നിർത്തിയിട്ട് അമ്മച്ചി ഇറച്ചി മീനും ഒക്കെ കഴിച്ചു. അമ്മച്ചി യഥാർത്ഥമായി ചെയ്യേണ്ടത് ആൻസിയുമായി രമ്യപ്പെടുക. അമ്മച്ചി ചട്ടയും മുണ്ടും ഒക്കെ അങ്ങോട്ട് ചൊറിഞ്ഞു കയറ്റിയിട്ട് പറയുക, മരിച്ചാൽ പോലും ഞാൻ അവളോട് നമ്മൾ പാടും, 40 നോമ്പുക നോക്കുക നീ തീറ്റുകതീനില്ലാത്തവനെ, ഈശായിസുതനോടൊപ്പം നീ. ആരാ ഈശായിസുതൻ? ആരാ മോളെ ഈശായിസുതൻ? ജെസ്സയുടെ പുത്രനായ ദാവീദിനെ പോലെ കരഞ്ഞ് 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 ഒരു കിടക്ക നനയണം. ഈ 40 നോയമ്പില് എന്റെ പാവങ്ങളെ ഓർത്ത് കരഞ്ഞ് 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 ഒരു കിടക്ക നനയണം. നിന്റെ കിടക്ക നനഞ്ഞിട്ടുണ്ടോ? ഈ യാമങ്ങളിൽ എഴുന്നേറ്റ് കിടക്ക നനയണം. അങ്ങനൊക്കെ ചെയ്ത പിതാവ് മാറുവാനിയോസ് പിതാവിന്റെ മക്കളാണ് നമ്മൾ. പിതാവുണ്ടല്ലോ, ഇപ്പോഴത്തെ പിതാക്കന്മാരെ എന്ന് ഞാൻ കുറ്റം പറയുന്നില്ല. പിതാവ് ഒരു പള്ളിയിൽ വന്ന് കർത്താവേ എന്നോട് ഉത്തരമരണമേ എന്ന മൈക്കില്ലാത്ത പള്ളിയായിരിക്കാം ചിലപ്പോഴേ. പിതാവ് നെഞ്ചത്തടിച്ച് പറയുമ്പോഴുണ്ടല്ലോ വെളി കേൾക്കാം. കർത്താവേ എന്നോട് ഉത്തരമരണമേ എന്ന് പറയുമ്പോൾ വെളി കേൾക്കാം. അങ്ങനെ ആ പിതാവ് ഉണ്ടാക്കിയതല്ലാതെ അതിന്റെ മേലിൽ ഒരു പിതാക്കന്മാരും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ പിതാക്കന്മാരുടെയും മുഖത്ത് നോക്കിയാൽ പിതാവിന്റെ മക്കളാണ് നമ്മൾ. ആണോ? അദ്ദേഹം അത്രമാത്രം വിശുദ്ധനായിരുന്നു സഭയുടെ. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധിയുടെ കുറവ് കൊണ്ടാണ് അദ്ദേഹം വിശുദ്ധനാവാത്തത്. നമ്മൾ വർഷത്തിൽ ഒരിക്കൽ പദയാത്ര നടക്കുമ്പോൾ മാത്രമേ മാർവാനിയസിനെ ഓർക്കുകയുള്ളൂ. എല്ലാ ദിവസവും ജപമാലയുടെ മുത്തുകളിൽ ആ മാർവാനിയോസിനെ നിങ്ങൾ ഓർത്തായിരുന്നെങ്കിൽ സഭ എന്നേ അദ്ദേഹത്തെ വിശുദ്ധനാക്കിയേ. കരമുയർത്തി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞ്, സ്വരമുയർത്തി പറഞ്ഞ്, ശക്തിയോട് പറഞ്ഞ്, ഉണർവോട് പറഞ്ഞ് ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമല്ലെങ്കിൽ, നിറവും മണവും ഇല്ലാത്ത ജീവിതമാണെങ്കിൽ ഈ നോമ്പ് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. കാനായിലെ കുടുംബത്തിൽ അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുവിൻ. കാനാ തൊട്ട് കാൽവരി വരെയുള്ളവളുണ്ട് കൂടെ. അച്ഛൻ പറഞ്ഞല്ലോ വേളാങ്കണ്ണി യാത്ര ഞാൻ നടത്തുന്നെന്ന്. കാനാ തൊട്ട് കാൽവരി വരെ ആരുണ്ട്? പരിശുദ്ധ അമ്മ എന്നോടും നിന്നോടും ഒപ്പം നോമ്പുണ്ട്. കാൽവരിയിൽ ചെല്ലുമ്പോൾ കാൽവരിയുടെ കുരിശിന്റെ ചുവട്ടിലെ കർത്താവിന്റെ 3-ാം തിരുമഴി, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. എനിക്ക് നിനക്കും ഒരു അമ്മയെ തന്നിട്ടുണ്ട്. സഹനം വരുമ്പോൾ, വേദന വരുമ്പോൾ, നൊമ്പരം വരുമ്പോൾ ഒരമ്മയുണ്ട്. ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരൻ? കുരിശിന്റെ ചുവട്ടിൽ. ഇതാ മോളെ, നിനക്ക് വേദന വരുമ്പോൾ, നിനക്ക് ദുഃഖം വരുമ്പോൾ. മോന്റെ പേരെന്നാടാ? ജ്ഞാൻ സന്തോഷ്. അപ്പൊ ഈ മോൻ എത്ര വയസ്സുണ്ടടാ? 5. 6 വയസ്സ്. ഇവന്റെ ഇത്രയും പ്രായമുള്ളൊരു കുഞ്ഞ് കോഴിക്കോട് ഒരു ധ്യാനകേന്ദ്രത്തിൽ മുന്നിൽ വന്നിരിക്കുക. ഈ കുഞ്ഞ് വലിയമായി കരയുക. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ആരാധന ഞാൻ നടത്തുക. അപ്പോഴ് പെട്ടെന്നൊരു ദർശനം എനിക്ക് കാണുകയാണ്. ഒരു ICU യൂണിറ്റിലേക്ക് ഈശോ ഇങ്ങനെ നടന്നു നീങ്ങുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു, ഈ സമൂഹത്തിൽ ആരോ ഒരു ICUവിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഇപ്പൊ തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ കുഞ്ഞ് എഴുന്നേറ്റ് പറഞ്ഞു, അതെന്റെ അപ്പനാണ്. പ്രിയ സഹോദരങ്ങളെ, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് അപ്പനെയും കൊണ്ട് പിറ്റേ ദിവസം ആ കുഞ്ഞുമായി ധ്യാനത്തിന് വന്നു. കരമടിച്ച് ദൈവത്തെ ഒന്ന് മൗത്തപ്പെടുത്തിക്കേ, കരമടിച്ച് ദൈവത്തെ ഒന്ന് മൗത്തപ്പെടുത്തിക്കേ.
ആ ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണെങ്കിൽ വൈദ്യശാസ്ത്രം എന്നോട് പറഞ്ഞത് 3 മാസമെങ്കിലും റെസ്റ്റ് എടുക്കാതെ വചന ശുശ്രൂഷയ്ക്ക് പോവില്ലെന്ന്. ഹല്ലേലൂയ. 2 ആഴ്ചയ്ക്ക് മുമ്പ് മംഗലാപുരത്ത് ഒരു ഇതുണ്ടായിരുന്നു. ഞാനും അവളുമായിട്ട് മംഗലാപുരം വരെ കാറിൽ പോയി ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം അടുത്ത ശുശ്രൂഷ ചെയ്ത്. ഹല്ലേലൂയ. അച്ഛനെ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. വിവരം അറിഞ്ഞാലും വിളിക്കത്തില്ല എന്നിട്ട്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് 1 മാസം ഞാൻ വെയ്യാതിരുന്നപ്പോഴും എനിക്ക് ശുശ്രൂഷകൾ മുടക്കമില്ലായിരുന്നു. ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ഈ കൊറോണ കാലത്തുള്ള ശുശ്രൂഷകൾ അന്ന് കൂടുതലായിട്ട് വരും. അപ്പോൾ അത് ഓൺലൈനിൽ കൂടെ ഉള്ള ശുശ്രൂഷ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തോട് നീ ആദരവ് കാണിച്ചാൽ ദൈവം നിന്നോടും ആദരവ് കാണിക്കും. ഹല്ലേലൂയ. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ കേട്ട കാര്യം നീ ആരോട് ചോദിക്കണം? എന്താ വചനം പറയുന്നത്? കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക. സ്നേഹിതൻ എന്നാണ് ചോദിച്ചാനോ? നേരിട്ട് ചോദിക്കണം. എന്നിട്ട് അവനത് ചെയ്തിട്ടില്ല. ചോദിച്ചാൽ അത് ചെയ്തിട്ടില്ലായിരിക്കാം. ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. ഇതിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. അവരെന്റെ കുറ്റം മറ്റുള്ളവരോട് പറയുന്നതിന്റെ പേരല്ല ക്രൈസ്തവ ജീവിതം. ക്രിസ്തു ഉള്ളിലുള്ളവന്റെ ജീവിതമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഒന്ന് നിങ്ങളുടെ വാക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. സമയത്തിനേ ഉള്ളൂ നമുക്ക് സമയം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-ാം തിരുവചനം. എല്ലാവരും നേരിട്ട് പറഞ്ഞു യാക്കോബ് 1:26. വലതുകരം ഉയർത്തി പറഞ്ഞു യാക്കോബ് 1:26. എടുത്തിട്ടുള്ളവർ പെട്ടെന്ന് വായിക്കുക. യാക്കോബ് 1:26 കാതോലിക ലേഖനത്തിലെ ആദ്യത്തെ ലേഖനമാണ് യാക്കോബ്. യാക്കോബ് 1:26 വായിച്ച്. താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക, എന്നെ എല്ലാവരും നോക്കിക്കുക. ഞാൻ ദൈവഭക്തനാണെന്ന് ഞാനങ്ങ് വിചാരിക്കും. ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. നിന്റെ നാവിനെ നിയന്ത്രിക്കാതെ നീ മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് മറ്റുള്ളവരുടെ കുറവും പറഞ്ഞ് നീ മാത്രമാണ് പെർഫെക്റ്റ് എന്ന് നീ പറയുന്നുവെങ്കിൽ നിന്റെ ഭക്തിയൊക്കെ വെറും വ്യർത്ഥമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സഭ ഈ വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത് പൗലോസിന്റെ 14 ലേഖനങ്ങൾ യാക്കോബിന്റെ ഒരു ലേഖനത്തിൽ ഒതുങ്ങാനുള്ളതേ ഉള്ളൂ. കണ്ടോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്രവൃത്തി. ഹല്ലേലൂയ. യാക്കോബ് 3:2 എന്താ പറയുന്നത്? നാം എല്ലാവരും പലവിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തന്റെ ശരീരത്തിൽ സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. വ്യക്തിയോട് പറഞ്ഞു, ഇനിയും തൊട്ട് സംസാരത്തിൽ തെറ്റുവരുത്തരുത്. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഒരു വിശുദ്ധൻ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ട്. ആ വിശുദ്ധന്റെ നാവ് ഇതുവരെ അഴുകിയിട്ടില്ല. ഇനി പേര് പറഞ്ഞു, വിശുദ്ധ അന്തോണീസ് എന്ന് കേട്ടിട്ടുണ്ടോ? അന്തോണീസിന്റെ നാവ് ഇതുവരെ 872 വർഷം കഴിഞ്ഞിട്ടും നാവ് അഴുകിയിട്ടില്ല. സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി സ്ഥാനമേറ്റ ദിവസം ഫാത്തിമായി ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഫാത്തിമ അമ്മേ മാതാവേ, എന്റെ നാവ് കൊണ്ട് ഒരു തെറ്റും എന്റെ നാവ് കൊണ്ട് ആരെയെങ്കിലും വേദനിപ്പിക്കാനോ നൊമ്പരപ്പെടുത്താനോ ഇടയാവരുതേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 3 പ്രാവശ്യം വെടിയേറ്റ ഇതാ ഹൃദയത്തിൽ കൊണ്ടുള്ള എണ്ണ ആ വെടിയുണ്ട
ഈ സൈഡിൽ കൂടി കടന്നുപോയപ്പോൾ ഈ വെടിയുണ്ട കൊണ്ട് ഫാത്തിമായി കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, എന്നെ വെടിവെച്ചവന്റെ ചെന്ന് അവന്റെ കൈ ചുംബിച്ചിട്ടാണ് ഞാൻ അമ്മയുടെ അരികിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമോ അത്? നിങ്ങൾ ചെയ്യുമോ അത്? അങ്ങയുടെ സഭയുടെ മക്കളുടെ പേരാണ് കത്തോലിക്ക സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ഇവിടെ വചനം പറയുക, നാവ് കൊണ്ട് തെറ്റ് ചെയ്യാത്തവൻ ഏവനും. എന്നിട്ട് പറയുക, ശ്രദ്ധിച്ചേ, ഉറവ, ഒരു ഉറവയിൽ നിന്ന് കയ്പും മധുരവും ഉണ്ടാവും. സഹോദരന്റെ കിണറുണ്ടോ? ആ കിണർ വറ്റിച്ചപ്പോ ആ ഉറവയിലെ കയ്പ് വെള്ളവും മധുര വെള്ളവും ഒരുപോലെ. ഉറവയിൽ നിന്ന് കയ്പുണ്ടാവുമോ? മധുരം ഉണ്ടല്ല. നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കയ്പായിട്ടാണ് തരുന്നത് എന്ന് പറയുന്ന പോലെ നിന്റെ നാവിൽ നിന്ന്, നീ ഒരു ക്രിസ്ത്യാനിയാണോ, നിന്റെ നാവ് കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 34:12. എല്ലാവരും നേറ്റി പറഞ്ഞ സങ്കീർത്തനം 34:12. എന്താണ് അവിടെ വചനം പറയുന്നത്? ശ്രദ്ധിച്ചേ, സങ്കീർത്തനം 34:12. പെട്ടെന്ന് വായിച്ചു. സങ്കീർത്തനം 34:12. ജീവിതം ആഗ്രഹിക്കുകയും, എല്ലാവരും എന്നെ ഇനി നോക്കിക്കേ, നിങ്ങൾക്ക് ജീവിതം 2024 ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചേ, ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഈ കാരനോട്, മോന്റെ പേരെന്നാ? അഖിലിന് ഒരു നല്ല ജീവിതം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ടോ? ഡെഫിനിറ്റ് അഖിലിനുണ്ട്. നിങ്ങൾക്കുണ്ടോ? എന്താ ഇവിടെ വചനം ചോദിക്കുന്നത്? എന്താ പറയുന്നത്? ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായി ദീർഘായുസ് അഭിലഷിക്കുകയും. സന്തുഷ്ടമായ ഒരു ദീർഘായുസ് വേണോ അഖിലെ? ആണോ? അല്ല ഇങ്ങനെ വേദനയോടുകൂടി ജീവിക്കണമെന്നാണോ ആഗ്രഹം? അപ്പൊ സന്തുഷ്ടമായ ഒരു ദീർഘായുസ് വേണ്ടവരെ മാത്രം ഒന്ന് കരമയർത്തിക്കും. കേട്ടോ? ഒടിഞ്ഞ കൈയല്ല, ഒടിയാത്ത കൈ. ആഗ്രഹിക്കുന്നെങ്കിൽ എന്താണ് വചനം പറയുന്നത്? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരത്തെയും നീ സൂക്ഷിക്കണം. ഈ സങ്കീർത്തന വചനം പത്രോസ്ലീഹ പറയുന്നുണ്ട്. മോളുടെ പേരെന്നാ? ജീന. ഈ സങ്കീർത്തന വചനം പത്രോസ്ലീഹ പറയുന്നുണ്ട്. എവിടെ പറയുന്നു അറിയാമോ? 1 പത്രോസ് 3:10. 1 പത്രോസ് 3:10. പത്രോസ്ലീഹ നമ്മളോട് പറയുക, ആദ്യത്തെ മാർപ്പാപ്പ നമ്മളോട് ഓരോരുത്തരോടും പറയുക, 1 പത്രോസ് 3:10. എല്ലാവരും ഒന്ന് വലുതുകരം ഉയർത്തി പറഞ്ഞ് 1 പത്രോസ് 3-ാം അധ്യായം 10-ാം വചനം. ഹല്ലേലൂയ. അടുത്ത പ്രാവശ്യം നിങ്ങൾ എല്ലാവരും ബൈബിൾ കൊണ്ടുവരും. ഈ പ്രാവശ്യം കൊണ്ടുവരാത്ത നിങ്ങൾക്ക്, ഞാൻ മിക്ക ഫോർമൽ മീറ്റിങ്ങിലും എല്ലാവരും ഇങ്ങനെ ഞാൻ വരുന്നെന്ന് കാണുമ്പോൾ എല്ലാവരും ബൈബിൾ കൊണ്ടുവരും. പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾ ആരംഭത്തിലായതുകൊണ്ട് നിങ്ങൾ ഒരു കുറ്റവും പറയുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് 1 പത്രോസ് 3:10? ജീവിതത്തെ സ്നേഹിക്കുകയും. മൈക്ക് വെച്ച് വായിക്കും. ജീവിതത്തെ സ്നേഹിക്കുക. ജീവിതത്തെ സ്നേഹമുണ്ടോ? അതോ മരിക്കണമെന്നാണോ ആഗ്രഹം? ഇങ്ങോട്ട് നോക്കി സൗകര്യനെ. ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മരിക്കണമെന്നാണോ? ജീവിക്കാം. അത് പറഞ്ഞാൽ മതി. അപ്പോ ജീവിതം ആഗ്രഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും. നല്ല ദിവസം കാണണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ നാളെ അമേരിക്കയും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടായി, റഷ്യയും ചൈനയും ഒരു ചേർത്ത് ഒരു 3-ാം ലോകമായ യുദ്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ കുറെ പേര് ചാവുന്നതാണ് ഇഷ്ടം. ചിലവരിങ്ങനെ ഇതെല്ലാം നമുക്ക് ഇവിടെ കേരളത്തിൽ കിടക്കുന്നവർക്ക് എന്താ കുഴപ്പം? എണ്ണപ്പാടമെല്ലാം കത്തട്ടെ. ഇന്നലെ ഒരാൾ വിളിച്ചു പറയും, എണ്ണപ്പാടമൊക്കെ ദുബായ് പോട്ട്, അബുദാബി പോട്ട്, മറ്റേ പോട്ട്. നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാനിവിടെ റബ്ബർ വെട്ടിക്കൊണ്ട് നടക്കില്ല, എനിക്കെന്തിന്? എടാ, നിന്റെ ഈ റബ്ബർ വെട്ടിയ നിന്റെ പാലൊക്കെ അങ്ങോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ വേണ്ടായി, ഇവരൊക്കെ വേണ്ടായി. അപ്പൊ ജീവിതം ആഗ്രഹിക്കുകയും തിന്മയിൽ നിന്ന് തന്റെ നാവിനെയും അതരത്തെയും നിയന്ത്രിക്കട്ടെ. ഇതാണ് നോമ്പിലെ
വേണ്ടത്. ഇറച്ചി മീനും ഒക്കെ കൂട്ടിയാലും കൂട്ടിയില്ലേലും നിങ്ങളുടെ നാവ് നല്ലതാണെങ്കിൽ നിങ്ങളുടെ ശരീരം നല്ലതാണ്. നീ പറയുന്ന ഓരോ വാക്കുകൾക്കും വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു വിധിയാളുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു മാലാഹ പറഞ്ഞത് നിറവേറിയത് കൊണ്ടാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, ഒരു മാലാഹ പറഞ്ഞത് കൊണ്ടാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത് പറഞ്ഞത്. എന്താ ഒരു മാലാഹ പറഞ്ഞത്? മറിയത്തോട് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കിയേ, ഒരു ഇതിന്റെ പേരെന്നാ? ഒരു മാലാഹ മറിയത്തോട് പറഞ്ഞു, കൈ പിടിച്ച്, മറിയമേ നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്ന അവനെ എന്ത് വിളിക്കണം? ആ മാലാഹയുടെ പേരെന്നാ? ആ ഗബ്രിയേൽ മാലാഹ പറഞ്ഞത് കൊണ്ടാണ് അവൻ എന്താ തീർന്നത്? അവൻ നമുക്കായി പാപപരിഹാരത്തിനായി ബലിയായി, ബലിവസ്തുവായി, വിശുദ്ധ കുർബാനയായി മാറി. ആയോ? ഇനി രണ്ട് മാലാഹകൾ ഒരുമിച്ച് പറഞ്ഞു, അല്ലയോ ഗലീലയിലെ ശിഷ്യന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് എന്ത്? നിങ്ങൾ കാണുന്ന ആ ക്രിസ്തുവുണ്ടല്ലോ, പോയതുപോലെ തന്നെ തിരിച്ചു വരും. രാജാതിരാജൻ മഹീമയോടെ വാനവേഗത്തിൽ എഴുന്നള്ളാറായി. നീ ഒരുങ്ങിയിട്ടുണ്ടോ സഹോദരി? ഈ രാത്രിയിലാണ് വരുന്നതെങ്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? അടുത്തൊരു നോമ്പ് നോക്കുമെന്ന് നിനക്ക് പറയാൻ നോക്കും. എന്താ അച്ഛന്മാര് അടുത്തൊരു ബലി അർപ്പിക്കാൻ, അടുത്തൊരു ബലി അർപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് അറിയാമോ? ഈ ദിവസം, ഈ സമയം ഇവിടെ ഇരിക്കുന്നവര് അടുത്ത നോമ്പ് കാലത്ത് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊന്നും നമുക്കറിയത്തില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരു മനുഷ്യനും ടെലിവിഷനിൽ പറയും. ഫ്ലാഷ് ന്യൂസ് ഇപ്പോഴേ പുത്തൂര് ഒരു ബൈക്ക് ഇടിച്ചു ഇപ്പോഴും എന്നിരിക്കും. നാളത്തെ കാര്യം ഏതെങ്കിലും ഒരു ടെലിവിഷനുകാരന് പറയാൻ നോക്കൂ. ഇന്ന് ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളെ അവർക്ക് പറയാനൊക്കെ ഉള്ളൂ. നാളത്തെ കാര്യം ഒരു മനുഷ്യന്റെയും കയ്യിൽ ഒതുങ്ങുന്നതല്ല. ആണോ പ്രിയരെ? അതുകൊണ്ട് ഈ ദിവസം നിനക്ക് തന്നത് നീ വിശുദ്ധനാകാൻ വേണ്ടിയാണ്, നീ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിനക്ക് തന്നിരിക്കുന്ന നാവ് എന്തിനാ? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ച്, നാവ് എന്തിനാ തന്നിരിക്കുന്നത്? പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകണം. എന്തിനാ നാവ്? അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചോട് ചോദിച്ചു. മക്കളെ, അടുത്തിരിക്കുന്ന മോളോട് ചോദിച്ചേ, എന്തിനാ നാവ് തന്നിരിക്കുന്നത്? നിന്റെ പേരെന്നാ? അടുത്തിരിക്കുന്നവളുടെ പേര് നീ അവളോട് ചോദിച്ചേ, എന്തിനാ നാവ് തന്നിരിക്കുന്നത്? എന്നോടല്ല, അങ്ങോട്ട് ചോദിച്ചു. ഒന്നാമത് നാവ് തന്നിരിക്കുന്നത് ആശ്വസിപ്പിക്കാൻ. എന്താണ്? പരീക്ഷയ്ക്കെല്ലാം തോറ്റെന്നിരിക്കട്ടെ മോള്, അപ്പനും അമ്മയും പറയും ഓട്ട സാരമില്ല, അടുത്ത പരീക്ഷയ്ക്ക് മോള് ജയിക്കും എന്ന് പറയുന്നതിന്റെ പേരാണ് സുവിശേഷം. പോട്ട സാരമില്ല എന്ന് പറയുന്നതിന്റെ പേരാണ്. ഇത് പറഞ്ഞായിരുന്നെങ്കിൽ എത്രയോ പേര് ആത്മഹത്യ ചെയ്യാതിരുന്നു. ആത്മഹത്യയൊക്കെ നടന്നതിന് ശേഷം ചെന്നിട്ട് പറയുക, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? അതിന് ഒരു ദിവസം മുമ്പ്, 2 ദിവസം മുമ്പ് നീ പോട്ട സാരമില്ല എന്ന് ആശ്വസിപ്പിച്ചായിരുന്നെങ്കിൽ ഈ ആത്മഹത്യ നടക്കുന്നു. പറ സഹോദരി, പറ. ഈ നോമ്പെന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ കേട്ടങ്ങ് പോവുകയല്ല, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കണം. ഒരു നാവെന്ന് പറയുന്ന ഈ നാവുണ്ടല്ലോ, ഈ നാവ് നീ വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. നാവിനെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് ഒരു വലിയ ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കാൻ മോശയെ തെരഞ്ഞെടുത്തത്. ദൈവം തെരഞ്ഞെടുത്തത് അവന്റെ നാവിനെ വിശുദ്ധീകരിച്ചു. പ്രിയ സഹോദര, നിന്റെ നാവ് വിശുദ്ധീകരിക്കപ്പെടണം ഈ നോമ്പ് കാലത്ത്. ഹല്ലേലൂയ. അപ്പൊ ദൈവം എന്തിനാ നാവ് തന്നത്? ആശ്വസിപ്പിക്കുക. എവിടെ പറയുന്നു? യെശയ്യാ 40:1,
പെട്ടെന്ന് വായി യെശയ്യാ 40:1 വായിച്ചേ. യെശയ്യാ 40:1 പെട്ടെന്ന് എടുത്തേ മോളെ. നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. നിങ്ങളുടെ ദൈവം എന്നുള്ളിടത്ത് എന്റെ ദൈവം എന്ന് പറ. എന്റെ ദൈവം അരുളി ചെയ്യുന്നു, ആ. ആശ്വസിപ്പിക്കുവിൻ, ആശ്വസിപ്പിക്കുകയും എന്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. നിന്റെ നാവ് കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം. അഖിലിനെ ഞാൻ ആശ്വസിപ്പിക്കണം. അഖില്, ഇപ്പോഴത്തെ വിഷമമൊക്കെ അങ്ങ് മാറും കേട്ടോ. ഓന്റെ മനസ്സിൽ ചെറിയ വിഷമമൊക്കെ ഉണ്ട്, മാറും. ഇന്നത്തെ പ്രാർത്ഥനയോടുകൂടെ അഖിലിന്റെ വിഷമം ദൈവം ഏറ്റെടുക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ കുറഞ്ഞ ദിവസത്തിൽ നീ പറയൂ എന്നോട് ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോഴത്തെ നൊമ്പരമൊക്കെ മാറും. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാണ് നാവ് തന്നിരിക്കുന്നത്. കോടിക്കണക്കിന് സമ്പത്തുള്ളവനായിരുന്നു ജോബ്. ആര്? ജോബ്. പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു. പൗരസ്ത്യ ദേശത്തെ 3000 ഒട്ടകം ഉണ്ടായിരുന്നു. എത്ര? 3000 ഒട്ടകത്തെ ഒന്ന് കെട്ടി നോക്കിച്ചു. ഇവിടുന്ന് പുത്തൂര് വരെ ചെന്നാലും തീരത്തില്ല. അത്ര ഒട്ടകമുണ്ടോ? സൗദി രാജാവിന് പോലും ഇല്ല. ഇത്രയും ഒട്ടകമുള്ള ഈ വ്യക്തിക്ക് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു. 10 മക്കൾ നഷ്ടപ്പെട്ടു. അദ്ദേഹം എന്ത് പറഞ്ഞു? ദൈവം തന്നു. എന്നിട്ട് ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വചനം അവസാനിക്കുക. എന്താണ് ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വചനം പറയുന്നത്? ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ നാവ് കൊണ്ട് ദൈവത്തെ പഴിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോ അവന്റെ ഭാര്യ നോട്ട് നോക്കി, 10 മക്കള് നഷ്ടപ്പെട്ടിട്ടും ഈ ഭാര്യ എന്തിനെ അവശേഷിപ്പിച്ചത്? കുറ്റം പറയാൻ ഒരുത്തിയെങ്കിലും വേണ്ട. എല്ലാം നഷ്ടപ്പെട്ടപ്പോ ഭാര്യ എന്ത് പറഞ്ഞു? ജോബിന്റെ പുസ്തകം 2:9 വായിച്ചേ. ജോബ് 2:9. അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു. ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. ദൈവത്തെ കുറെ ചീത്ത പറഞ്ഞിട്ട് ഭാര്യ കൊടുക്കുന്ന ഉപദേശം. ദൈവത്തെ അങ്ങനെ പറഞ്ഞിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഇതില്ലാത്തതുകൊണ്ട് കെട്ടിച്ചാടി ചാവാനാ പറഞ്ഞത്. അത് ബൈബിളിൽ പറയുന്നതേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ പോയി കെട്ടിച്ചാടൂ, ദൈവത്തെ കുറെ ചീത്ത വിളിക്ക് രാത്രി കിടന്നു, എന്നിട്ട് പോയി ചാവാൻ. നല്ല ഭാര്യ ഇല്ലേ? അപ്പോൾ ജോബ് എന്ത് പറഞ്ഞു? ജോബ് ഭാര്യയോട് പറഞ്ഞു ഭോഷത്വം പറയുന്നു ദൈവകരങ്ങളിൽ നിന്ന്. ഇത്രയും മനോഹരമായ ഒരു വീട് തന്നിട്ട് ഇതാ മാങ്ങയൊക്കെ ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് വീണ്ടും ദൈവത്തെ കൂടി കുറ്റം പറയുവാണോ? നീ മാങ്ങയൊക്കെ കിടക്കുന്ന കണ്ടില്ല? നിങ്ങൾ നോക്കിക്കേ. ഇതെല്ലാം കണ്ടിട്ടും ഇതൊന്നും പോരായോ നിങ്ങൾക്ക്? ഇതൊന്നും നിങ്ങൾക്ക് പോരാ. പ്രിയ സഹോദരങ്ങളെ, ജോബ് ഭാര്യയോട് പറഞ്ഞു, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച് നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുന്നു. അടുത്ത വചനം പറയുന്നു, അവിടെ അന്തർലൈൻ ചെയ്ത് ഒന്നാമത്തേത് 1:22. രണ്ടാമത് അവന്റെ ഭാര്യ പറഞ്ഞപ്പോൾ അവനെന്ത് പറഞ്ഞു? ഇതുകൊണ്ടൊന്നും ജോബ് നാവ് കൊണ്ട് വനുകരം എനിക്ക് പറഞ്ഞ നാവ് കൊണ്ട് പാവം ചെയ്തില്ല. അതുകൊണ്ട് ഞാനും പാവം ചെയ്തിരുന്നു പറഞ്ഞു. എന്താ മിണ്ടുന്നത്? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെയാണ് ധ്യാനം. അപ്പോൾ ജോബിന്റെ 3 സ്നേഹിതന്മാർ. ജോബിന് എത്ര സ്നേഹിതന്മാരുണ്ട്? 3 സ്നേഹിതന്മാർ. ഒത്തിരി പേരുണ്ട്, എങ്കിലും ആത്മാർത്ഥരായ 3 സ്നേഹിതന്മാരെ. അതിന്റെ ജോബിന്റെ പുസ്തകം 2:11. ജോബ് 2:11 പെട്ടെന്ന് വായിച്ച മോളെ. ജോബിന് സംഭവിച്ച അനർത്ഥങ്ങളെ കുറിച്ച് അറിഞ്ഞ 3 സ്നേഹിതന്മാർ. ജോബിന് പറ്റിയ അനർത്ഥങ്ങളെ കുറിച്ച് അറിഞ്ഞു. ഇപ്പൊ എന്താ അനർത്ഥം? ദേഹമാസകരം ഋണം ചിരട്ടോണ്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ യഹൂദ പാരമ്പര്യം അനുസരിച്ച് നോക്കി, ഞാൻ ആ കവലയിൽ വന്നു. അവിടെ വന്നപ്പോൾ ദൂരെ വച്ച് നോക്കുമ്പോൾ ജോബിന്റെ വീട് കണ്ടു. യഹൂദന്റെ പാരമ്പര്യം ഇങ്ങനെയാണ്. നിങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു 10 അല്ലെങ്കിൽ 50 മീറ്റർ അകലെ ഒരു സ്നേഹിതൻ നിങ്ങൾ കാണാൻ വരുവാണെങ്കിൽ ഈ സ്നേഹിതൻ വരുന്നെന്ന വിവരം നിന്നെ
അറിയാവുന്നത് കൊണ്ട് നീ വീടിന് വെളിയിൽ ഇറങ്ങി നിൽക്കും. എങ്ങനെയൊക്കെയും ഈ സ്നേഹിതനെ കാണുന്ന നിമിഷം യഹൂദന്റെ കൈ അന്നും ഇന്നും ഉയരും. എന്നിട്ട് വന്നതിന് ശേഷം സഹോദരൻ വന്നു. അപ്പൊ സഹോദരൻ, ഞാനൊരു യഹൂദൻ, താങ്കൾ യൂതൻ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിക്കുന്നവനാണ്. യൂതൻ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിക്കാൻ. യൂതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സ്തുതിക്കുന്നു. അപ്പൊ യഹൂദൻ ആരാ? സ്തുതിക്കുന്നു. അപ്പൊ എന്നെ ദൂരെ വെച്ച് കാണും. ഇപ്പൊ ഒത്തിരി ദൂരെ വെച്ച് കാണും. കൈ ഉയർത്തിക്ക്. ആ, ഞാനും കൈ ഉയർത്തി. അപ്പൊ അടുത്ത് വന്നതിന് ശേഷം എന്ത് ചെയ്യും? കെട്ടിപ്പിടിച്ച് ഉമ്മയല്ല, രണ്ട് കവളിലും ചുമ, രണ്ട് കവളിലും പോയി രണ്ട് കവളിലും ചുംബിച്ചതിന് ശേഷം സഹോദരന്റെ വീട്ടിലാണ് ഞാൻ വരുന്നതെങ്കിൽ സഹോദരന്റെ അവിടെ ഒരു വലിയൊരു പാത്രം, വലിയ ബക്കറ്റ്, നമ്മുടെ കൽഭരണിയോ, കാനായിലെ കൽഭരണി പോലെ കൽഭരണിയോ, ആ കൽഭരണിക്കകത്തൊന്ന് വെള്ളമെടുത്ത് ഈ സ്നേഹിതന്റെ കാല് കഴുകിയിട്ട് തുടച്ച്. അങ്ങനെയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? അതുകൊണ്ട് ആ ദൈവജനമാണ് അന്നും ഇന്നും യഹൂദൻ 6 മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നത്. എത്ര മണിക്കൂറാ? അത് നെഹമ്യയുടെ പുസ്തകത്തിലുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് എടുക്കുന്നു. അപ്പൊ ഈ 6 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? അവനെ വിലാപമതിൽ അല്പമുണ്ട്, അവിടെ ചെന്ന് ഇങ്ങനെ തലമുട്ടി ഹീബ്രു ഭാഷയിൽ എന്ന് പറഞ്ഞിങ്ങനെ അവൻ ബൈബിള് വായിക്കുന്നത്. അവന്റെ വേദഗ്രന്ഥമാണ് തോറ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ഈ 5 പുസ്തകവും യൂതനും ഈ തോറ അവൻ എങ്ങനെ വായിക്കുന്നത്? മോളെന്ന് എഴുന്നേറ്റ്, മോളൊരു യഹൂദൻ സ്ത്രീയാന്നിരിക്കട്ടെ, ആ ബൈബിൾ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് എങ്ങനെ വായിക്കും? ഇങ്ങനെ കുലുങ്ങും. ഇങ്ങനെ കുലുങ്ങ്. ആ, കുലുങ്ങിയിട്ട് എങ്ങനെ ഹീബ്രു ഭാഷയെ വായിക്കുമ്പോൾ അപ്പുറത്ത് ബോംബ് പൊട്ടിയാൽ അവൻ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ എന്നും സങ്കടം വന്നാലും ദുഃഖം വന്നാലും അവൻ സങ്കീർത്തനങ്ങൾ പാടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടപ്പാട് വന്നാലും അവൻ സങ്കീർത്തനങ്ങൾ പാടും. അതാണ് ദൈവജനത്തിന്റെ പ്രത്യേകത. ആ ദൈവജനത്തിൽ നിന്നാണ് നമ്മൾ ക്രിസ്ത്യാനി ഉണ്ടായത്. അതാണ് പുതിയ ഇസ്രായേൽ. നമുക്ക് സ്തുതിക്കാനൊക്കെ വലിയ മടിയ. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് സ്തുതിക്കാനൊന്നും യാതൊരു മടിയുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ ചെറിയ രാജ്യത്തെ ദൈവം കാത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, യേശുവേ. അപ്പോൾ പെട്ടെന്ന് ജോബിന്റെ പുസ്തകം 2:11 വായിച്ചു മോളെ. ജോബിന് സംഭവിച്ച അനർത്ഥങ്ങളെ കുറിച്ച് അറിഞ്ഞ 3 സ്നേഹിതന്മാർ തേമാന്യനായ എലിഫാസ്. ഞാൻ ഇനി 3 പേരുടെ പേര് ചോദിക്കും സഹോദരിയോട് കേട്ടോ. ഒന്നാമത്തെ ആളുടെ പേര് ആരാണ്? തേമാന്യനായ എലിഫാസ്. എന്താ, ആരാണ്? എലിഫാസ്. തേമാന്യനായ, എങ്ങനെ പറ? തേമാന്യനായ എലിഫാസ്. തേമാന്യനായ എലിഫാസ്. 2 ശൂഹ്യനായ ബിൽദാദ്. ശൂഹ്യനായ ബിൽദാദ്. 3 നാമാത്യനായ സോഫർ. നാമാത്യനായ അല്ലേ? നാമാത്യനായ സോഫർ. നോക്കി വായി. നാമാത്യനായ സോഫർ. സോഫർ. ഒരുമിച്ച് അവരോട് സഹതാപം കാണിക്കാനും. എന്താ ഈ സഹതാപം? എന്താ സഹതാപം ചോദിച്ചാൽ ഈ സഹതാപം എന്താണ് ഞാൻ കാണിക്കുക. ജോയിച്ചാന്റെ വേദന എന്റെ വേദനയാണെന്ന് പറയുന്നതിന്റെ പേരാണ് സഹതാപം. ജോയിച്ചാന്റെ വേദന എന്റെ വേദന, എന്റെ വേദനയാണ്. ജോയിച്ചാൻ എന്ത് വേദനയുണ്ടോ അതെന്റെ. അപ്പൊ ഇടവക എന്നാ? ഇടയന്റെ വക. ഈശോയുടെ വകയായി ഇടവകയിലെ ജോയിച്ചാന്റെ വേദന എന്റെ വേദനയാ. ഇതിന്റെ പേരാണ് സഹതാപം. അപ്പൊ സഹതാപം എന്താണ്? സഹതാപം. നമ്മുടെ വിജയാനന്ദ അച്ഛന്റെ വേദന എന്റെ വേദനയായതുകൊണ്ടാണ്. അച്ഛൻ ഈ കാര്യം അറിഞ്ഞു. എഴുതിയോ പിതർന്നു, ഇതാണ് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിയാഞ്ഞത് അറിഞ്ഞാൽ അച്ഛൻ വിളിക്കൂ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ശ്രദ്ധിച്ച് ഇവര് 3 പേരും സഹതാപം കാണിക്കുവാനും അവനെ ആശ്വസിപ്പിക്കുവാനും അവിടെ എത്തി. അപ്പൊ എന്തിനാണ് നമ്മുടെ കടമയെന്ന? മോളെ സപ്പോർട്ട് സാരമില്ല.
കുഴപ്പമില്ല. ഇത് മോടെ പേരെന്നാ? ജീന. കുഴപ്പമില്ല. ITC പോയോ? കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം എഴുതും എന്ന് പറയുന്നതിൻ്റെ പേരാണ് ആശ്വാസം. ഇതിൻ്റെ പേരാണ് സുവിശേഷം. ആശ്വസിപ്പിക്കാനായിട്ട് 2 കോടി രൂപ ഭർത്താവ് കടബാധ്യത ഉണ്ടാക്കി. ഓട്ട് സാരമില്ല ചായ, 2 കോടിയൊക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ളത്. അയ്യോ, ഇങ്ങനൊരു മനുഷ്യനാണോ എന്ന് പറഞ്ഞ് അയാളുടെ സമനില തെറ്റിക്കുന്ന സ്വഭാവമാണെങ്കിൽ തീർന്നില്ലേ? ഇതിന്റെ പേരാ സുവിശേഷം. സുവിശേഷം നിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു ആശ്വസിപ്പിക്കാൻ അവിടെ എത്തി. ദൂരെ വെച്ച് കണ്ടപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. ദൂരെ വെച്ച് കണ്ടപ്പോ അവനെ തിരിച്ചറിഞ്ഞില്ല. അപ്പൊ അവരെന്തെടുത്തു? അവർ ഉറക്കെ നിലവിളിച്ചു. നിങ്ങൾ നിലവിളിക്കൂ. ഞാൻ ദൂരപ്പെട്ട് ജോയിച്ചാനെ കണ്ടപ്പോ എനിക്ക് തിരിച്ചറിഞ്ഞു. ജോയിച്ചാൻ വേണ്ട, ഇനി ഇദ്ദേഹത്തെ സൈമണിനെ കണ്ടപ്പോ തിരിച്ചറിഞ്ഞില്ല. അപ്പോ ഭയങ്കരമായി കരച്ചില്ല. കരയും. നല്ല ഇടപാട്. ദൂരെ വെച്ച് കണ്ടപ്പോ തന്നെ ഉറക്കെ നിലവിളിച്ചു. എന്താ ഈ നിലവിളി എന്ന് പറഞ്ഞ? ഈ നിലവിളി എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ഇവിടെ ടീച്ചേഴ്സ് ആരും ഇല്ല. ടീച്ചർമാരാരെങ്കിലും ഉണ്ട് കൈകൊടുക്കുക? നീ കൈകൊടുക്കണ്ട. ടീച്ചർമാരാരെങ്കിലും ഉണ്ട്? സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരുണ്ട്? എന്താ ഈ നിലവിളി എന്ന് പറഞ്ഞ? നിലവിളി എന്ന് പറഞ്ഞാൽ നിലവിട്ട വിളി. എന്താണ് നിലവിട്ട? അവിടെ ഇരുന്ന് ഈ നിലവിട്ട വിളി. ബാത്റൂമിൽ കയറി കഥ കടച്ചു ലോക്കാൻ പയ്യാണ് വിളിക്കുന്നത്. നിലവിളി. നിലവിട്ട വിളിയുടെ പേരാണ് നിലവിളി. അവരൊരൊക്കെ നിലവിളിച്ചു. വസ്ത്രം കീറി. എടാ, എന്റെ സ്നേഹിതൻ ഈ അവസ്ഥയാണെങ്കിൽ, എനിക്ക് ഈ സൈമൺ ഈ അവസ്ഥയാണെങ്കിൽ എനിക്ക് എന്തിനാ ഈ പണവളപ്പ്? ഉടനെ ഞാൻ വസ്ത്രം മൊത്തം കീറി. കുളിക്കണം. വസ്ത്രം കീറി. ശിരസിൽ പൂഴി വാരി വിതറിയെന്ന്. വാരി വിതറൂ. പിന്നെ അത് ക്യാൻസർ ആണെങ്കിൽ 4 പേരെ എനിക്ക് ഫോൺ വിളിച്ചു പറയും, നീ അറിഞ്ഞോടി, നീ അറിഞ്ഞോ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ചാക്കോച്ചന് ക്യാൻസറാ. നമുക്ക് അത് ആഘോഷം. പക്ഷേ അവര് പൂരി വാരി വിതറി ഇട്ടെന്തെടുത്തു? അവന്റെ പീഡനങ്ങൾ അതികഠിനമെന്ന് കണ്ടപ്പോൾ ഒരക്ഷരം സംസാരിക്കാതെ 7 രാവും പകലും അവനോടൊപ്പം നിലത്തിരുന്നു. ഇതിന്റെ പേരാണ് ആശ്വാസം. ഇതിന്റെ പേരാണ് ഇങ്ങനെ ചെയ്യൂ. ഒരക്ഷരം മിണ്ടിയില്ല. വൃദ്ധഭവനിൽ കിടക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ 4 മക്കൾ അമേരിക്കയിൽ. ഇവർക്കാർക്കും ഇപ്പോൾ വന്ന് നോക്കാൻ സമയം ഇനി വരും. ശവടക്ക സമയം മരിച്ചു കഴിയുമ്പോൾ ഭയങ്കര അടക്കം കഴിഞ്ഞിട്ട് റോസാപ്പൂക്കളാണ് വെക്കും. ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മച്ചി ഇന്ന നല്ലൊരു റോസ കൊടുക്കൂ. അടക്കം കഴിഞ്ഞ് ഭയങ്കര റോസാപ്പൂ. എന്തിനാണ് ഇത്? ജീവിച്ചിരിക്കുന്ന സമയത്തല്ലേ അമ്മേ എന്ന് വിളിക്കേണ്ടത്? ആണോ? മരിച്ചതിന് ശേഷം എന്തിനീ പ്രഹസനം? ഹല്ലേലൂയ. ഒരു വൃദ്ധഭവനത്തിലെ അമ്മച്ചി, 4 മക്കൾ അമേരിക്കയിൽ. അവരാരും വിളിക്കാറില്ല. ഞാൻ ആ വൃദ്ധഭവനത്തിൽ ഇടയ്ക്ക് ചെല്ലുമ്പോൾ, ബ്രദറെ 1/2 മണിക്കൂറോട് എൻ്റെ ഇടുക്കലൊന്ന് ഇരിക്കാം. ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ ആഗ്രഹമല്ലേ, എനിക്കൊരു പ്രസംഗത്തിന് പോകുന്നെങ്കിലും അമ്മച്ചിയുടെ ആഗ്രഹമായതുകൊണ്ട് ഞാൻ 1/2 മണിക്കൂറോടെ ഇരിക്കും. ഇനി എപ്പോഴാണ് ഈ ബ്രദർ വരുന്നത്? മക്കളിൽ നിന്ന് ഇതൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കണം. നല്ല രീതിയിൽ വളർത്തുന്ന പിള്ളേരാണെങ്കിൽ, അനൂപിനെ പോലൊക്കെ ഉള്ളവരാണെങ്കിൽ ഓടിയെത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര, നിന്റെ ജീവിതമാണ് ക്രിസ്തുവിന് വേണ്ടത്. അതുകൊണ്ട് നിന്റെ നാവ് ആശ്വസിപ്പിക്കുക. പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. എന്തിനുള്ളതാണ് ആശ്വസിപ്പിക്കുക? പറഞ്ഞു
ഇനി 2 ധൈര്യപ്പെടുത്താനുള്ള. എന്താണ്? പിതാവായ ദൈവം ഈ പുതിയ നിയമത്തിൽ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, 2 പ്രാവശ്യം പറഞ്ഞു. മോളെ പേരെന്നാ ഒന്നോട് പറഞ്ഞു? ജീന. ജീന ഒരു വിശുദ്ധയാണെന്ന് അറിയാം നിനക്ക്? ജീന വിശുദ്ധ. ജീനയെ അറിയത്തില്ല? വിശുദ്ധ ജീനയെ അറിയത്തില്ല? ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വിശുദ്ധ ജീനയുടെ പടം ഞാൻ കൊണ്ടുവരാം കേട്ടോ. അതിനെ അച്ഛൻ്റെ കൊടുക്കാം. അപ്പൊ വിശുദ്ധ ജീന, വിശുദ്ധ ജീന, വിശുദ്ധ അപ്പൊ ശ്രദ്ധിച്ചേ, ജീന ഞാൻ എന്താ പറഞ്ഞത്? പറഞ്ഞ കാര്യം എന്തോന്ന് പറഞ്ഞത്? ധൈര്യപ്പെടുത്തുക. എന്താണ്? നമ്മൾ ധൈര്യപ്പെടുത്തുക എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതല്ല, പിതാവായ ദൈവം, അതാണ് കേട്ടി. പിതാവായ ദൈവം പുതിയ നിയമത്തിൽ 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എന്നെ പുത്രൻ തമ്പുരാനാണ്. പിതാവായ ദൈവം പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്നാ? ഇതറിയത്തില്ലേ? പിതാവായ ദൈവം ഒന്നാമത്തെ കാര്യം യോർദാനിലെ ജ്ഞാനസ്നാനം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ഞാൻ. എന്റെ പേരെന്തുവാ? സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം. സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം. ഇവൻ എന്റെ പ്രിയം. മോടെ മമ്മി വന്നിട്ടുണ്ടോ? എന്തി മമ്മി? കൈ നോക്കി കൈ എന്തി? ഈ വീട്ടിൽ. അപ്പോ ഈ മോടെ മമ്മി വന്നില്ല. നിന്റെ മമ്മി പെട്ടെന്ന് വന്നില്ല. നിന്റെ മമ്മി, ആ മമ്മി അവിടെ തലയിൽ കൈ വെച്ചിട്ട് പറ, ഇവളെന്റെ അമ്മയ്ക്ക് കൂടെ പറ, ഇവളെന്റെ കൈ വെച്ചിട്ട് പറ, ഇവളെന്റെ പ്രിയപുത്രിയാവുന്നു, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താ? ഇവളെന്റെ സ്നേഹം, പ്രിയപുത്രിയാകുന്നു, അംഗീകാരം, പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, ഇത് 3 പിതാവായ ദൈവം പുത്രന് കൊടുത്തത്. പുത്രൻ ലോകത്തെ കീഴടക്കി. ആരത്തെ കീഴടക്കി? അപ്പൊ സൈമണ് ഞാൻ കൊടുക്കേണ്ടി വരിക. സൈമൺ എന്ത് തൊഴില്? ഇവിടെ എന്ത് ശുശ്രൂഷകനാണ്. അപ്പോൾ അച്ഛൻ പറയുക, പ്രിയ ശുശ്രൂഷക, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം സന്തോഷമാണ്. ഇതാണ് ഏറ്റവും സ്നേഹം. അങ്ങ് സൈമൺ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഓരോ ദിവസവും നന്ദി പറയുമ്പോൾ സൈമൺ ഇങ്ങനെ സന്തോഷം കൊണ്ട് കുതിച്ചിയാടി നടക്കും. അച്ഛൻ പറഞ്ഞു, എൻ്റെ വേറെ കൊച്ചടവയാണെങ്കിലും നല്ല ഭക്ഷണം തരും, നല്ല മനുഷ്യരാണ്. ഏഴ്ചയുടെ കേൾക്കില്ലേ പറഞ്ഞത്? നല്ല മനുഷ്യരാണ്, എനിക്കിത് മതി. അച്ഛൻ വലിയ വലിയ പള്ളികളിലൊക്കെ ഇരുന്നതാ, എനിക്കിത് മതിയായി. നല്ല മനുഷ്യരാണ്, നല്ല കാര്യം, എല്ലാം നല്ലവരാണ്, എനിക്കിത് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയുമായിരുന്നെങ്കിൽ അച്ഛൻ ഇത് പറയത്തില്ലായി. ഹല്ലേലൂയ. പ്രിയ സഹോദര, ഇതാണ് സൈമണോട് വെച്ചും പറയും. വീശാനൊക്കെ അറിയാമോ? ഭയങ്കര വീശുകാരൻ, കറക്കി വീശു. കണ്ടോ, കറക്കി വീശു. കറക്കി വീശണമെങ്കിൽ എത്ര വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുത്തിനെ പോവും. കറക്കി ഒരിക്കലും ഒരിടത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കപ്പിയാൽ വീശി കലറെ കിടക്കുന്നവരെ പോലും എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവം തന്നിരിക്കുന്ന നാവ് ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നന്ദി പറയുവാനും സ്തുതിക്കുവാനും ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ധ്യാന ദിവസങ്ങളിൽ, ഈ നോമ്പ് കാലങ്ങളിൽ നിങ്ങൾ കുംഭസാരത്തിന് വേണ്ടി വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത്, വിശുദ്ധ മത്തായി 5, 6, 7 ഈ 3 അധ്യായങ്ങൾ വായിച്ചിട്ട് കുംഭസാരത്തിന് ഒരുങ്ങണം. അതിന്റെ 2-3 കാര്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് നിർത്താം. കുംഭസാരത്തിന് നിങ്ങൾ ഒരുങ്ങേണ്ട വചനഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 തൊട്ടുള്ള തിരുവചനം. പെട്ടെന്ന് വായിച്ച്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടു പോയാൽ ഉപ്പിനെ എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തെ
പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു 8 എന്നുള്ളതുകൊണ്ടാണ്. അച്ഛൻ പറഞ്ഞ 8:15 8 വരെ പോകുന്നത്. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലെന്ന് പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഭൂമിയുടെ ഒന്ന് ഉറക്കെ വായിച്ചു. നിങ്ങൾ ആ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നിങ്ങൾ എന്ന് പറഞ്ഞ പേരെന്താ? ഷീജ ഭൂമിയുടെ ഉപ്പാണ്. ഷീജ ഈ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പെന്ന് പറഞ്ഞാൽ എന്താ? കേടുകൂടാതെ സൂക്ഷിക്കുന്ന വസ്തുവാണ്. ജീന മുഖേന ആർക്കും കേടില്ല. ഭർത്താവ് വന്നിട്ടുണ്ടോ? ഭർത്താവ് വന്നിട്ടുണ്ടോ? ഒന്നാണ് അറിയാൻ വയ്യ. ഉണ്ടോ? അയ്യോ, പുറയിലുണ്ട്, പുറയിലുണ്ട്. ഇന്നേ നാഴിക വരെ വാക്കുകൊണ്ട് ഭർത്താവിനെ കേടുവരുത്തിയിട്ടില്ല എങ്കിൽ ഒന്ന് കൈവക്കാമോ? എന്റെ നാവ് കൊണ്ട് എന്റെ ജീവിത പങ്കാളി, എന്റെ മക്കളെ കേടുവരുത്തരുത്. പിള്ളേരെ ശല്യങ്ങള്, മണ്ടര, ഒട്ടര എന്നൊന്നും പറയരുത്. കുഞ്ഞുങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് മണ്ടര, പൊട്ടരാണ്, വിഡ്ഢിയാണ് എന്ന് പറയരുത്. അപ്പോൾ ഉപ്പിന്റെ പ്രത്യേകത എന്താ? കേടുകൂടാതെ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറ, ഞാൻ നിങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുമെന്ന് പറ. ഒരാളോട് പറ. അച്ഛൻ പറയുന്നു. കണ്ടോ, സൈമനെ കേടുകൂടാതെ. അച്ഛൻ ഇരിക്കുന്നിടത്തോളം കാലം സൈമൺ എന്തുമില്ല, കേടില്ലാതെ. ഒരു കേടും സന്തോഷമാണോ? അച്ഛൻ പറഞ്ഞു, മാവേലിക്കര രൂപതയിലെ ഒരു വിശുദ്ധനായ വൈദികനാ പറഞ്ഞത്, എൻ്റെ 20 വർഷത്തെ അറിവ് കൊണ്ട് അച്ഛനൊരു വിശുദ്ധനാണെന്ന് എൻ്റെ അറിവ്. ഞാൻ പോയിട്ട് പറയും, എൻ്റെ മനസ്സിലുള്ള വൈദികരിൽ 10 വൈദികരും 1-ാം സ്ഥാനത്ത് വരുന്ന വൈദികരിൽ ഒരാളാണ് വിജയാനന്ദ. ഒരു വൈദികൻ മരിച്ചുപോയി, ഇമാനുവേൽ പുളിന്താൻ. കുറവലങ്ങാട്ടുകാരനായിരുന്നു. ഈ കൊട്ടാരക്കര ജംഗ്ഷനിലുള്ള പള്ളിയിൽ, ലിറ്റിൽ പള്ളിയിൽ ഇരുന്ന് അച്ഛൻ മരിച്ചത്. ഈ കൊട്ടാരക്കര ജംഗ്ഷൻ പള്ളിയിലായിരുന്നു. അച്ഛൻ ഇവിടെ ഒരിടത്തൊരു പുതിയ പള്ളിയൊക്കെ പണിതിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ബെനഡിക്റ്റ് അച്ഛൻ്റെ കരിന്തോട്ട് വായിക്കടുത്തൊരു പള്ളി, പുതിയ പള്ളി. അച്ഛൻ അറിയാമോ? എന്നെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നൊരു വൈദികനാണ്. ഹല്ലേലൂയ. ഈ സുവിശേഷത്തിലേക്ക് കൊണ്ടുവന്ന ഇമാനുവേൽ പുളിന്താൻ. ഹല്ലേലൂയ. അച്ഛൻ്റെ ജീവിത വിശുദ്ധിയാണ് എന്നെ ആകർഷിച്ചത്. അങ്ങനെ കത്തോലിക്ക സഭയിൽ ഒത്തിരി വിശുദ്ധരായ വൈദികർ. 5 ലക്ഷം വൈദികരിൽ 1 ലക്ഷം വൈദികർ വിശുദ്ധരാണെന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. 5 ലക്ഷം വൈദികരിൽ ബാക്കി 4 പൊയ്ക്കോട്ടെ, 5-1 വിശുദ്ധരായതുകൊണ്ടാണ് കത്തോലിക്ക സഭ ഇന്നും നിലനിൽക്കുന്നത്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. സ്വരമില്ലല്ലോ, ശക്തിയില്ലല്ലോ, ഒരു ഉണർവില്ലല്ലോ, സ്വരം പോരായല്ലോ, ശക്തി പോരായല്ലോ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? ശ്രദ്ധിച്ചത് നിങ്ങൾ? എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. വായിച്ചു തുടർന്ന്. ഉറകെട്ടുപോയാൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവനെ വേദനിപ്പിച്ചാൽ എന്ത് പ്രയോജനം? പ്രിയ സഹോദര, ചോദിച്ചാ, ഞാൻ ഉറകെട്ടുപോയ ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ ദൈവം കാണുമോ? നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? നീ വെളിയിലിറങ്ങി മറ്റുള്ളവന്റെ വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞാൽ 1 കൊരിന്ത്യർ 11:27 എന്താ പറയുന്നത്? 1 കൊരിന്ത്യർ 11:27 പെട്ടെന്ന് എടുത്തേ. 1 കൊരിന്ത്യർ 11:27 പെട്ടെന്ന് എടുത്തേ. 1 കൊരിന്ത്യർ 11:27 എടുത്തോ, പെട്ടെന്ന് വായിച്ചു. 1 കൊരിന്ത്യർ 11:27. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുക. ആരെങ്കിലും അയോഗ്യതയോടുകൂടി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭർത്താവിനെ തെറിയും ചീത്തയും പറഞ്ഞിട്ട്, അയൽക്കാരന്റെ കുറ്റം പറഞ്ഞിട്ട്, മെത്രാന്റെ കുറ്റം പറഞ്ഞിട്ട്, വൈദികന്റെ കുറ്റം പറഞ്ഞിട്ട്, അയൽക്കാരന്റെ കുറ്റം പറഞ്ഞിട്ട് നീ വിശുദ്ധ ബലിക്ക് നാക്ക് നീട്ടിയാൽ എന്താ പ്രയോജനം? കുഴപ്പം. പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. ആത്മശോധന ചെയ്യണം.
ഞാൻ നിമിത്തം ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുർബാന സ്വീകരിക്കാൻ ഉള്ള രോഗം വരുത്തി വെച്ചണോ? ചില രോഗങ്ങളൊക്കെ, ചില ക്യാൻസർ രോഗങ്ങളൊക്കെ, ചില വിട്ടുമാറാത്ത രോഗങ്ങളൊക്കെ നിന്റെ പാവനിമിത്തമാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. തുടർന്ന് വചനം എന്താ പറയുന്നത്? വായിച്ചു പെട്ടെന്ന് വായി. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ആ. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നത്. ആ. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. ചിലവര് പെട്ടെന്ന് മരിക്കാനുള്ള കാരണവും ഇതാണ്. ഒരു കാര്യമോ, നിങ്ങൾക്ക് ഒരു ഇടവകയാണ്, ഇവിടെ വലിയ ദൂരമൊന്നും ഇല്ലാത്തൊരു ഇടവകയാണ്. അവിടെ ഇടവക വൈദികനെ വേദനിപ്പിച്ച ഒരു കുടുംബം, ആ കുടുംബത്തില് ഇപ്പോൾ അവശേഷിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. വേദനയോടുകൂടി അച്ഛൻ പോയി. അതിനെ ഓർത്ത് അവസാനം ഒരു വചനം കേട്ടപ്പോഴാണ് ഈ വ്യക്തി കുമ്പസാരിപ്പിച്ച് ഇന്ന് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നൊരു ധ്യാനം നടത്തിയപ്പോഴെന്നെ കാണാൻ വന്നിട്ട്, പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അപ്പൊ നീ ഭൂമിയുടെ ഉപ്പാണെങ്കിൽ ഉപ്പ് ഉറകിട്ട് പോയാൽ എന്തെങ്കിലും, നീ ലോകത്തിന്റെ വെളിച്ചമാണ്, നീ പ്രകാശം കൊടുക്കേണ്ടവനാണ്. തുടർന്ന് വായിച്ച് അതിന്റെ 21-ാം വചനം വായിച്ച്, 5:21. 5:21 വായിച്ച്. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവ്വികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരൻ എന്നുള്ളിടത്ത് ഭർത്താവിന്റെ പേര് പറ. ജോബിനോട് കോപിക്കുന്നവൾ ന്യായവിധിക്ക് അർഹയാകും. കേൾക്കുന്നുണ്ടോ പ്രിയ സഹോദര? നീ കോപിച്ചാൽ സൈമനോട് ഞാൻ കോപിച്ചൊരു ചീത്ത പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാളോട് കോപിച്ചിട്ട് കുമ്പസാരിച്ചു. അർഹനാവും. അടുത്ത വചനം പറയുന്നു, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ. നിങ്ങളെപ്പോലൊരു വിഡ്ഢിയുണ്ടോ? നിങ്ങളെപ്പോലൊരു മണ്ടനുണ്ടോ? നിങ്ങൾക്ക് ഒരു കഴിവുമില്ല. ഇങ്ങനെ പറയുന്ന ചില എണ്ണങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന്, 4 എണ്ണം ഇരിപ്പുണ്ടെന്ന് ഈശോ പറയുന്നു. 4 എണ്ണം. ഇതുവരെ അതിനെ ഓർത്തൊന്നും കുമ്പസാരിച്ചിട്ടില്ല. എങ്കിൽ ഇനിയോ അത് ആവർത്തിക്കും. വിളിക്കുന്നവർ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവരെ, മക്കളെ, കുഞ്ഞുങ്ങളെ, ഈ കുഞ്ഞിനെ നോക്കി അല്ലെങ്കിൽ ഈ മോനെ നോക്കി, എടാ മണ്ട എന്ന് ഒരു ടീച്ചർ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരപ്പം വിളിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിൽക്കേണ്ടി വരും? നരകാഗ്നിക്കിരയാവും. ഇതൊക്കെ പറഞ്ഞാണ് നിങ്ങൾ കുമ്പസാരിക്കുന്നത്. ഇന്ന് ഇങ്ങനെ തൊട്ടു തലോടി അങ്ങ് പോവുക അല്ല. പോരാ. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നു, മത്തായി 5, 6, 7 അധ്യായങ്ങൾ നിങ്ങൾ ഇന്ന് തൊട്ട് വായിക്കണം. നാവിന്റെ മാര് മാത്രമേ ഞാൻ ഇന്ന് പറഞ്ഞുള്ളൂ. ഈ നാവ് കൊണ്ട് പാപം ചെയ്തതിനെ ഓർത്ത്, ഈ നാവ് കൊണ്ട് ഞാൻ ചെയ്തതെന്ത്? ആശ്വസിപ്പിക്കേണ്ട നാവ്, ധൈര്യപ്പെടുത്തേണ്ട നാവ്, പ്രോത്സാഹിപ്പിക്കേണ്ട നാവ്. ഈ നാവ് കൊണ്ട് ഇവിടെ ഇങ്ങനൊരു സന്ദേശം തരികയാണ്. മരിച്ചുപോയി, പക്ഷെ വേദനിപ്പിച്ചാണ് ആ വ്യക്തി മരിച്ചത്. അങ്ങനെ ഉള്ളവർ 2 പേര് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറയുന്നു. അവരെ അതിനെ ഓർത്ത് കുമ്പസാരിക്കണം ഈശോ പറയുന്നു. സന്ദേശമാണ്. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിന്റെ നാവ് കൊണ്ട് ആരെയും നീ വേദനിപ്പിക്കരുത്. ദൈവം തന്നിരിക്കുന്ന നാവ് ആശ്വസിപ്പിക്കാനുള്ള, പറഞ്ഞേ, ധൈര്യപ്പെടുത്താനുള്ള, പ്രാർത്ഥിക്കാനുള്ള, സ്തുതിക്കാനുള്ള.
എന്തിനാണ്? ധൈര്യപ്പെടുത്താനുള്ളതാണ്, പ്രോത്സാഹിപ്പിക്കാനുള്ളതാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ നാവ് കൊണ്ട് ഞാൻ ഇനിമേൽ ആരെയും വേദനിപ്പിക്കില്ല എന്നൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ ഈ 2026 അനുഗ്രഹത്തിന്റെ വർഷമായി മാറും. ഞാനല്ല പറയുന്നത്, ഒന്നാമത്തെ മാർപ്പാപ്പ പറഞ്ഞ വചനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 1 പത്രോസ് 3:10. 1 പത്രോസ് 3:10 നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എഴുതി വെക്കണം. 1 പത്രോസ് 3:10 വീട്ടിൽ എഴുതി വെക്കണം. എന്താണ് 1 പത്രോസ് 3:10? ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തന്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തന്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ. അടുത്ത വലത്തിരിക്കുന്ന വ്യക്തിയോട് പറ, തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ. അപ്പൊ ഇനി നാവ് തന്നിരിക്കുന്ന എന്തിനാണ് എന്ന് ആ വചനം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. 1 പത്രോസ് 3:9. ഇപ്പൊ 10 വായിച്ചത്. 3:9 വായിച്ചു. തിന്മയ്ക്ക് തിന്മയോ എന്നോട് അവൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 10 പറയും. ഇന്ന് ക്രിസ്ത്യാനി പറയരുത്. ഞാൻ അവൾക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ടെന്ന് ഭിത്തി കൊട്ടിച്ചെന്ന്. എന്ത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ ഭാഗത്തി ഉണ്ടല്ലോ, തേച്ചു. ഞാൻ തേച്ചു. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനയോ പകരം കൊടുക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുക. അടുത്ത എന്താ പറയുന്നത്? അനുഗ്രഹം മാത്രം പറയാനാണ് വിളിച്ചിരിക്കുന്നത്. ഇടത്തും വലത്തും ഇരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചോണ്ട് പറ, ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറ. ഒന്ന് ചാടി എഴുന്നേറ്റിട്ട് പറ. ഒരാൾ നടന്ന് 5 പേരോട് പറ, ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ദൈവമോനെ അവിടെ കൈക്ക് പിടിച്ചോണ്ട് പറയാം, ദൈവം നിന്നെ ജീനായ ദൈവം അനുഗ്രഹിക്കട്ടെ. മോളുടെ പേരെന്നാടി? ആത്മായ അനുഗ്രഹിക്കട്ടെ. നിന്റെ പേരെന്ന? കൃപയെ ദൈവം അനുഗ്രഹിക്കട്ടെ. മോന്റെ പേരെന്ന? ഇവ ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെ പേരെന്ന? നേഹ ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെ പേര്? സന്തോഷം അനുഗ്രഹിക്കട്ടെ. പേര് പറ. എമിലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നീ കുഞ്ഞിന്റെ പേരെന്നാടാ? ഡാമി. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹം മാത്രം പറയണം. നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ പറയണം, ദൈവം നിങ്ങളെ. കഴിഞ്ഞ മാസം എന്നോട് ഞാൻ ഫോൺ വിളിക്കാൻ പറയും, പ്രൈസ് ദി ലോർഡ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ദൈവം പ്രൈസ് ദി ലോർഡ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നായരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നായരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആര് വിളിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന മഹത്വം ഈശോയ്ക്ക് മാത്രം മഹത്വം. എല്ലാവരും കരങ്ങളെ വിരിച്ചു പിടിച്ച് കണ്ണുകളടച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു നിമിഷം. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ആകുന്ന മകൾ കുഞ്ഞുങ്ങളെല്ലാം കണ്ണടച്ച് അപ്പനെയും അമ്മയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? ഭാര്യ ഭർത്താവിനെ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഭർത്താവ് ഭാര്യയെ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ദൈവം തന്നിരിക്കുന്ന നാവ് കൊണ്ട് വൈദികരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? മെത്രാന്റെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? കർത്താവേ, നീ അനുഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ അങ്ങാണ് സംസാരിച്ചത്, വർഗീസ് ബ്രദറല്ല. അങ്ങയുടെ നാവാണ് ഞങ്ങളോട് സംസാരിച്ചത്. എൻ്റെ ഭർത്താവിനെ മണ്ട, എൻ്റെ ഭാര്യയെ നീ മണ്ടിയാണ്, നീ ഒരു പൊട്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ക്ഷമിക്കണം കർത്താവേ, മാപ്പേകണം കർത്താവേ, മാപ്പേകണം. കണ്ണുകളടക്കി. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണേ, പാപിയാണെങ്കിലും അലിവു തോന്നണേ. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും ഏറ്റു പറഞ്ഞ്
കരുണയുള്ള ദൈവമേ കനിവു തോന്നണേ, പാപിയാണെങ്കിലും അലിവു തോന്നണേ. ഈശോയെ, എൻ്റെ നാവ് കൊണ്ട് ഞാൻ എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയെ ആരെങ്കിലും വേദനിപ്പിച്ചതിൻ്റെ ശാപദോഷം, ബന്ധനങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ കർത്താവേ, നീ എന്നോട് കനിവ് തോന്നണമേ. ഞാൻ മക്കളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മക്കളെ ഞാൻ ശപിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ കൊണ്ടൊരു കഴകത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തമ്പുരാനെ നീ എന്നോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. കരുണയുള്ള ദൈവമേ കനിവു തോന്നണേ, പാപിയാണെങ്കിലും അലിവു തോന്നണേ. സ്വരമുയർത്തി ഒരിക്കൽ കൂടി, കരുണയുള്ള ദൈവമേ. ചങ്കു പൊട്ടിപ്പറ. ഇപ്പോഴ് 6-7 വ്യക്തികളെ കർത്താവ് കാണിക്കുന്നു. മക്കളെ ശപിച്ചതിനെ, അല്ലെങ്കിൽ മക്കളെ വേദനിപ്പിച്ച്, നീ മണ്ടിയാണ്, നീ കഴിവില്ലാത്തവളാണ്. ഈ സമയത്ത് നിരന്തരമായ ജീവിത പങ്കാളിയുടെ വേദന നിമിത്തം ദുഃഖിക്കുന്ന 3 പേരെ ഈശോ കാണിക്കുന്നു. അവിടെയെല്ലാം നിങ്ങൾ ക്ഷമ കൊടുക്കുക. കരുണയുള്ള ദൈവമേ കനിവു തോന്നണേ, പാപിയാണെങ്കിലും അലിവു തോന്നണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിരിക്കാം.